കാന്തപുരത്തിന് ഞാൻ ഈ പറഞ്ഞ പുസ്തകത്തിൽ ഒരു ലേഖനത്തിൽ അദ്ദേഹം പറയാണ് 12ാമത്തെ പേജിൽ, മുജാഹിദുകൾ എത്ര കാലമായി ജനങ്ങളോട് ഈ കാര്യം പറയും, കേട്ടോളൂ. ഇതിന്റെ 12ാമത്തെ പേജ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ലെന്ന വിശ്വാസം മനസ്സിനെ സർവ്വബന്ധങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നു. അന്ധവിശ്വാസത്തിൽ നിന്ന്, മിഥ്യകളിൽ നിന്ന് വേർപെടുത്തുന്നു. അടിമത്തത്തിനും ചൂഷണത്തിനുമെതിരെ സമരസജ്ജരാക്കുന്നു. മനസ്സിന് ആത്മധൈര്യവും പ്രതികരണശേഷിയും നേടിക്കൊടുക്കുന്നു. തന്നെ സൃഷ്ടിച്ച നാഥനുമായി, ശ്രദ്ധിക്കണം, തന്നെ സൃഷ്ടിച്ച നാഥനുമായി നേരിട്ട് ബന്ധപ്പെടുവാനും അവന്റെ ദയയും സഹായവും അനുഭവിക്കുവാനും തനിക്ക് സൗഭാഗ്യമുണ്ടാകുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സൗഭാഗ്യം എന്താണ്? അല്ലാഹുവായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് അവന്റെ ദയയും കാരുണ്യവും നേടാൻ സാധിക്കുന്നു എന്നാ പറയുന്നത്. ആലോചിക്കണം നിങ്ങള്, അല്ലാഹുമായി മനുഷ്യരെ നേരിട്ടടുപ്പിക്കലാണ് മുജാഹിദുകളുടെ പ്രത്യേകത, അല്ലേ? ജിന്നിനോട്, മലക്കിനോട്, അംബിയാക്കളോട്, ഔലിയാക്കളോട് ഒന്നും തേടാൻ പാടില്ലെന്നാണ് മുജാഹിദുകൾ ഇതുവരെ സമൂഹത്തോട് പറയുന്നതും നാളെ പറയുന്നതും ഇനിയുള്ള നാളുകളിൽ പറയാൻ പോകുന്നതും ഈ ഒരു കാര്യമാണ്. അല്ലാഹു തആലയുമായി നേരിട്ട് പടപ്പുകളെ ബന്ധപ്പെടുക എന്നുള്ളതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുന്നവന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം കാന്തപുരം പറയാൻ നേരിട്ട് അല്ലാഹുമായി ബന്ധപ്പെടുക എന്നുള്ളത്. അതിൽ നിന്ന് ഈ ജനതയെ തടുത്താളാണ് ആര്? കാന്തപുരം അദ്ദേഹത്തിന്റെ ആളുകളും അതുപോലെ ഈ കെ സുന്നികളും അവരുടെ ആളുകളും, അല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കേ, ആത്മീയ ചൂഷണത്തിനെതിരെ കേരളത്തിൽ യാത്ര നടത്തിയപ്പോ പോലും ആലോചിച്ചു നോക്കിയേ, അല്ലാഹുമായി നേരിട്ടെടുക്കാനുള്ള സൗഭാഗ്യം ഈ മനുഷ്യ സമൂഹത്തിന് നേടിക്കൊടുത്തവരാരാ? മുജാഹിദുകളല്ലേ? നിങ്ങളുടെ പ്രയാസങ്ങൾ, നിങ്ങളുടെ നൊമ്പരങ്ങൾ, നിങ്ങളുടെ ദുഃഖങ്ങൾ അല്ലാഹുവിനോട് പറഞ്ഞോളി എന്നല്ലേ മുജാഹിദുകൾ പറയുന്നത്? യൂസുഫ് നബിയെ നഷ്ടപ്പെട്ടപ്പോഴും ബിനിയാമീനെ നഷ്ടപ്പെട്ടപ്പോഴും യാക്കൂബ് നബി പറഞ്ഞത് എന്താ? ഫസ്ബറുൻ ജമീൽ വല്ലാഹു മുസ്തആനു അലാ മാ തസിഫൂൻ. അല്ലാഹുവേ, ഞാൻ ഭംഗിയായി ക്ഷമിക്കുകയാണ്. ഫസ്ബറുൻ ജമീൽ, ഞാൻ ഭംഗിയായി ക്ഷമിക്കുകയാണ്. മോനെ ബഷീറെ, സുബൈറെ, അബ്ദുൽ ഖാദറെ, അബ്ദുൽ ജബ്ബാറെ, പുത്തനത്താണിയിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന മുസ്ലിങ്ങളെ, സഹോദരങ്ങളെ, മനുഷ്യരെ, നിങ്ങൾ ആലോചിച്ചേ, ഒരു മകൻ നഷ്ടപ്പെട്ടു, മരിച്ചോ അറിയില്ല, ജീവിച്ചിരുമുണ്ടോ അറിയില്ല, പൊട്ടക്കിണറിലാണോ അറിയില്ല, എവിടെയാണ് എന്റെ പ്രിയപ്പെട്ട മോൻ അറിയില്ല. ആ മാനസികാവസ്ഥയിൽ പോലും ആ പ്രവാചകൻ പറയുന്നത് ഫസ്ബറുൻ ജമീൽ, ഞാൻ ഭംഗിയായി ക്ഷമിക്കുന്നു. വല്ലാഹു മുസ്തആനു അലാ മാ തസിഫൂൻ. എന്റെ വേദനകൾ, എന്റെ നൊമ്പരങ്ങൾ, എന്റെ മനസ്സിന്റെ പ്രയാസങ്ങൾ ഞാനിതാ എന്റെ റബ്ബിൽ ഇറക്കി വെക്കുകയാണ്. അവിടേക്കാണ് ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്നത്. കണ്ടോ, ഒരു പ്രവാചകനിൽ നിന്ന് മാതൃക ഉദ്ധരിക്കുക ഞങ്ങള്. ഇബ്രാഹിം നബിയെ തീക്കുണ്ടാരത്തിലേക്ക്, ഇത് ഖുർആനിലെ 12ാം അധ്യായം 18, 12ാം അധ്യായം 83 വചനങ്ങളാണ് ഞാൻ ഉദ്ധരിച്ചത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സൂറത്ത് അംബിയ 60 മുതലുള്ള 70 വരെയുള്ള വചനങ്ങൾ വായിച്ച് അവിടെ പറയാണ്, അല്ലാഹുവിന്റെ ഇബ്രാഹിം നബിയെ നാബൽസുകാര് തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞപ്പോ ജിബ്രീൽ വന്നിട്ട് ചോദിച്ചു, ഞാൻ സഹായിക്കേണ്ടതുണ്ടോ? ഇബ്രാഹിം നബി പറയാണ്, എന്തിനെങ്ങോട്ട് പോകുന്നു ഞാൻ എന്നറിയുന്നവനാണ് എന്റെ റബ്ബ്. ഹസ്ബിയല്ലാഹ് വനിഅമൽ വകീൽ, എനിക്ക് അല്ലാഹ് മതി, ബലമേൽപ്പിക്കാൻ എത്ര ഉത്തമൻ. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, നിങ്ങൾക്ക് നിങ്ങൾ അല്ലാഹ് പോരെ എന്ന് ഖുർആനിലെ 39 36 ചോദിച്ചാൽ പോരാ, ചാറുകൾ വേണം, മഖ്ബറുകൾ വേണം, ഔലിയാക്കൾ വേണം, അമ്പിയാക്കൾ വേണം, അവരോട് തേടണം, അവരെ വിടാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു ജനപദത്തെ ഇവിടെ തീർത്തെടുത്തതാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമൂഹം പഴക്കാനുള്ള കാരണം യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിക്കും വഅൻഫുസിക്കും ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. അല്ലാഹു പറയാണ് സൂറത്ത് സഫിൽ, അതേ 9, 10, 11 ആയത്തുകൾ വായിച്ച സത്യവിശ്വാസികളായ യുവാക്കളെ, മുസ്ലിങ്ങളെ, മുസ്ലിം കുടുംബത്തിൽ ജനിച്ച പ്രായം ചെന്നവരെ ഓർക്കീൻ. അല്ലാഹു പറയാണ്, സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് വേദനാജനകമായ നരകശിക്ഷയിൽ നിങ്ങളെ മോചിപ്പിക്കുന്ന ഒരു കച്ചവടത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെയോ? തുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ടുള്ള വിശ്വാസമാണ്. അതിൽ ശിർക്ക് വരരുതേ. ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത് അതാണ്. അതിൽ ശിർക്ക് വരരുതേ, അതിൽ കുഫ്ർ വരരുതേ. നിങ്ങൾ നാളെ നരകത്തിന്റെ ആ തീജ്വാലയിൽ ഞെരിഞ്ഞമർന്നവർ ഞാനാവരുത്, എന്റെ കുടുംബമാകരുത്, എന്റെ മക്കളാകരുത്, എന്റെ മാതാപിതാക്കളാകരുത്,
ആകരുത്, എന്റെ നാട്ടുകാരാകരുത്, ഞാൻ ജനിച്ചു വീണ കേരളക്കാരാകരുത്, മലയാളികളാകരുത് എന്ന ആഗ്രഹമല്ലാതെ അല്ലാഹുവാണ് സത്യം. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നെയൊന്നും മനസ്സിലില്ല. അല്ലാഹുവാണ് സത്യം. ഈ ഒരൊറ്റ ആഗ്രഹം. അതിനുവേണ്ടിയാ ചീത്ത കേട്ടത്, അതിനുവേണ്ടിയാ തൂക്കുവിളികൾ കേൾക്കുന്നത്, അതിനുവേണ്ടിയാ ബഹിഷ്കരണങ്ങൾ ഏറ്റുവാങ്ങുന്നത്. അതേ, മുജാഹിദുകളുടെ നേതാക്കന്മാരെല്ലാം ഇതിനു വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്. അല്ലാതെ ഒരാളുടെ അധികാരത്തെ ഇല്ലാതാക്കാൻ, ഒരാൾക്ക് വലിയ പബ്ലിസിറ്റി കിട്ടുന്നത് ആയിക്കോ, അന്ന് തന്ന ഗിഫ്റ്റ് അല്ലേ, ഞങ്ങൾക്കതിൽ പ്രശ്നമില്ല. പക്ഷേ നാളെ മഹ്ശറയിലേക്ക് ഈ ജനങ്ങളെ വിളിക്കുമ്പോ തെറ്റിപ്പോകല്ലേ എന്നാ ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ചോളൂ, ചാപ്പനങ്ങാടി ഒരു ബാപ്പു മുസ്ലിയാരുണ്ട്. ആ മുസ്ലിയാരെ പറ്റി ഒരു മൊയ്ലിയാര് പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുകയും എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ സമുദായം എന്നതിനെ കുറിച്ച്. ചാപ്പനങ്ങാടി വാപ്പോലേർ പാപ്പാനെ കുറിച്ച് പറയലുണ്ട്. എനിക്ക് വാപ്പോലേർ പാപ്പാന്റെ മുന്നിലേക്ക് പോകാൻ പേടിയിരുന്നു. എന്തുകൊണ്ട്? എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് വാപ്പോലേർ പാപ്പ അറിഞ്ഞിട്ടുണ്ടാവും. ചൊല്ലുമ്പോ എന്ത് ചെയ്യും? ഞാൻ എന്ത് പ്രവർത്തിച്ചാലും എന്ത് ചെയ്താലും വാപ്പോലേർ പാപ്പ അറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് വാപ്പോലേർ പാപ്പാന്റെ മുന്നിലിരിക്കാൻ വലിയ പേടിയില്ല. മുന്നിൽ നിന്ന് പോന്നിട്ട് പിന്നെ അങ്ങനെ കഴിഞ്ഞുകൂടാനാണ് പേടി. കാരണം പിന്നെ എന്ത് ചെയ്താലും ചെന്ന വാപ്പോലേർ പാപ്പ അതിനെ കുറിച്ചാ ചോദിക്കുക. അതുകൊണ്ട് വലിയ പേടിയിരുന്നു. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഇതിന്റെ ഒക്കെ ഒരു അപകടം മനസ്സിലായി. ഞാൻ ഈ സംഭവം ഇവിടെ മരവട്ടത്ത് ഉദ്ധരിച്ചപ്പോൾ ഞാൻ ജനങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഒരു ചോദ്യം ചോദിച്ചു. മനുഷ്യന്റെ വിധിയല്ല മലക്കുകളുടെ വിധി. എല്ലാവർക്കും അറിയാലോ. ഒരു മൊയ്ലിയാർ എനിക്ക് മറുപടി പറഞ്ഞപ്പോ, അപ്പൊ മലക്കുകൾ കാണൂലേ, ആ മനുഷ്യർ കണ്ടാ എന്താ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളോട്, മലക്കുകൾ കാണാനുള്ള കരുത്ത് മനുഷ്യർക്കുണ്ട് ഉണ്ടോ? ഇവിടെ ഈ മുസ്ലിയാക്കന്മാര് ജനങ്ങളെ എങ്ങോട്ട് നയിക്കുന്നു? ഇതെന്താ പറഞ്ഞേ? ഇത് ചാപ്പനങ്ങാടിയിൽ ഒരു ബാപ്പു മുസ്ലിയാർ, അയാളെ കറാമത്താ പറയുന്നത്. എന്ത് ചെയ്താലും ഞാൻ എന്റെ വകയെ ഒന്നും ഉപയോഗിക്കില്ല, എന്ത് പ്രവർത്തിച്ചാലും ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ അറിയും. അയാളെ മുന്നിലിരിക്കാനല്ല, ഇരുന്നെങ്കിൽ പോന്നാൽ ചോദിക്കും. ഞാൻ ചോദിച്ചോട്ടെ, അല്ലാഹ് നൽകിയ സിഫത്തല്ലേ ഇത്? നിങ്ങൾ എന്ത് പ്രവർത്തിച്ചാൽ അറിയുന്നവനാരാ? ഇന്നഹു അലീമുൻ ബിദാതി സുദൂർ, ഹൃദയത്തിലുള്ള അറിയുന്നതിന് അല്ലയാ അല്ലേ? അല്ലേ? നിങ്ങൾ പറ, എന്തിനാണ് ആളുകളെ കൊണ്ട് ഇങ്ങനെ ശിർക്ക് ചെയ്യിപ്പിക്കുക? ആലോചിച്ചു നോക്കേ. ഇനിയോ ബാപ്പു മുസ്ലിയാരെ, ചാപ്പനങ്ങാടിക്കാരനായ ബാപ്പു മുസ്ലിയാരെ എന്ത് ചെയ്താലും കാണും. അപ്പൊ അയാൾ ഭാര്യയായിട്ട് ബന്ധപ്പെടുന്നതോ? അതും കാണും അത്രേ. മനുഷ്യന്റെ വിധിയും മലക്കിന്റെ വിധിയും ഇങ്ങനെ മൊയ്ലിയാരിനോട് അപ്പൊ മലക്ക് കാണൂലേ? മലക്കിന്റെ വിധിയാണോ മനുഷ്യനെ? ഞാൻ മെനയാന്ന് മറുപടി പറഞ്ഞു. ഇന്നലെ ഖുറാഫിൽ എനിക്ക് മറുപടി പറഞ്ഞു. ഈ മരവട്ടത്ത് ഇൻഷാ അല്ലാഹ് 31 നമ്മൾ 3-ാം റൗണ്ട് കിട്ടും. ഇൻഷാ അല്ലാഹ് നമ്മൾ വിടൂല. ഇവർ ഈ ശിർക്കിലേക്ക് ജനങ്ങളെ നയിക്കുന്നത് നമ്മൾ വിടൂല. വേറൊരു വിരോധം അവരോടില്ല. ഇപ്പൊ പറഞ്ഞെന്താ? നിങ്ങൾ ആലോചിച്ച ഒരു മുസ്ലിയാര് നമ്മൾ ചെയ്യുന്നതൊക്കെ കാണും, അറിയുന്നു, വിശ്വസിക്കൽ ഇസ്ലാമികമായ വിധി എന്ന ചെറുപ്പക്കാരെ, പൊന്നാര മുസ്ലിമീങ്ങൾ എങ്ങനെ ഇതൊന്ന് മനസ്സിലാക്കി. ഈ സമുദായം എന്തുകൊണ്ടാ അപജയം നേരിടുന്നത്? ഈ ശിർക്കാണ് പ്രചരിപ്പിക്കുന്നത്, ഈ കുഫ്റാൻ. നിങ്ങൾക്കറിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അങ്ങനെ ഉണ്ടോ? നിങ്ങൾ പറ നബീന്റെ ഭാര്യയുടെ പേരിൽ വലിയൊരു വ്യഭിചാരോപണം ഉന്നയിച്ചു. എല്ലാവർക്കും അറിയാലോ. സൂറത്ത് നൂർ എന്ന് പറഞ്ഞൊരു അധ്യായം, ആർക്കതറിയാത്തത്? ആ സൂറത്ത് നൂർ പരിശോധിക്കുന്നത് ഇവരെങ്ങോട്ടാ നമ്മൾ ക്ഷണിക്കുന്നത്? സൂറത്ത് നൂറിലെ 11 മുതൽ 24-31 വരെയുള്ള വചനങ്ങൾ നിങ്ങൾ പരിശോധിക്കേ. സഫ്വാനുമായി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ ബന്ധപ്പെടുത്തി ഒരു തോന്നിയാസം പ്രചരിപ്പിച്ചപ്പോ റസൂല് പോലും വിശ്വസിച്ചുപോയി അല്ലേ? പ്രചരണത്തിന്റെ ഊക്ക് കാരണം റസൂല് പോലും വിശ്വസിച്ചുപോയി. അന്ന് അവരുടെ മാല നഷ്ടപ്പെട്ടിട്ട് എല്ലാരും തിരയാണ്. അങ്ങനെയാ നേരം വകി, അങ്ങനെ ആരോപണം ഉണ്ടായത്. സഫ്വാനും ആയിഷ ബീവിയോട് ഒടുവിലായി അവരെ കണക്ട് ചെയ്ത് മുനാഫിക്കുകളെ തോന്നിയാസം പ്രചരിപ്പിച്ചു. നഊദു ബില്ലാഹ്. ഒരിക്കലും ചിന്തിക്കാനാവാത്ത പ്രചരണം. റസൂല് പോലും വിചാരിച്ചു പോയില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തെറ്റിദ്ധരിച്ചില്ലേ? അവരൊക്കെ മഹാന്മാരായ അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ വലിയൊരു പ്രവാചകനുണ്ടോ? എന്റെ പുത്തനത്താടിയിലെ വിശ്വാസി സമൂഹമേ, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ബാപ്പു മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എല്ലാം കാണും, എല്ലാം
തീർച്ചയായും എന്ത് പ്രവർത്തി. അള്ളാന്റെ റസൂലോ സ്വന്തം ഭാര്യയുടെ പേരിൽ ഒരു വലിയ വ്യഭിചാരോപണം പറഞ്ഞിട്ട് നബി പറഞ്ഞോ, ഞാൻ കണ്ടിട്ടുണ്ട്. മാത്രമല്ല, മാല നഷ്ടപ്പെട്ടപ്പോ തെരഞ്ഞ് മുഷിഞ്ഞ് നടന്ന് കിട്ടിയില്ല. ഒടുവിൽ ഒട്ടക എഴുന്നേറ്റപ്പാണ് ആ ഒട്ടകത്തിന്റെ അടിയിലുണ്ടായത് കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവരെന്നും കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ടപോൽ കാട്ടിപ്പറഞ്ഞു എന്നും പ്രചരിപ്പിക്കുന്ന ഖുറാഫാത്ത് മാലകളിലുള്ളതാ, മൊയ്തീൻ മാലയിലുള്ളതാ. ഖുർആന് തുല്യന്നല്ലേ പറഞ്ഞത്, ഖുർആന് പോലെയാണ് എന്നല്ലേ പറഞ്ഞത്. എന്ത് തോന്നിയാസമാണ് ഈ പുരോഹിതന്മാർ കേരള മണ്ണിൽ മനുഷ്യരെ പഠിപ്പിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അള്ളാന്റെ റസൂല് കാത്തു നിൽക്കാൻ അള്ളാഹയെ തിറക്കുന്നത് വരെ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അല്ലേ? നബിക്കോ ഇനി അബൂബക്കർ സിദ്ദീഖാര ലോകത്തിലെ ഏറ്റവും വലിയ വലിയന്റെ മോള് അതാര്? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞോ, അറിയാൻ കഴിഞ്ഞോ പ്രിയപ്പെട്ടവരെ? ഇല്ല ഇല്ല ഇല്ല. ഇനി എന്തിനധികം ബദർ യുദ്ധം കഴിഞ്ഞ് 10 സ്വഹാബികളെ മക്കയിലെ സ്ഥിതി വിവരങ്ങൾ അറിയാൻ പറഞ്ഞേച്ചിട്ട് അവരെ ചെറുകെട്ടി പിടിച്ചിട്ട് അള്ളാന്റെ റസൂലെ അറിഞ്ഞോ? അള്ളാഹ് അറിയിച്ചു കൊടുത്തിട്ടല്ലാതെ റസൂലിന് പറയാൻ കഴിഞ്ഞോ? എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും നിങ്ങൾക്കറിയാലോ, മാരക വിഷം ചേർത്ത് കൊടുത്തിട്ട് ആ വിഷം സഹാബി ഇങ്ങനെ കഴിച്ചിട്ട് നബീന്റെ മുമ്പിൽ പിടച്ചു വീണ് ആ സഹാബി മരിക്കാണ്. റസൂലിന് അറിയാൻ കഴിഞ്ഞോ? സഹോദരങ്ങളെ, ഇതാ ഇവിടെ ഒരു മുസ്ലിയാർ ആരെന്ത് ചെയ്താലും കാണും, ആരെന്ത് ചെയ്താലും അറിയും. അതുകൊണ്ട് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരെടുത്ത് പോകാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കറിയാലോ, മായിസ് റളിയല്ലാഹു അൻഹു വ്യഭിചരിച്ചു. നബി അറിഞ്ഞോ? സഹാബത്ത് അറിഞ്ഞോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സഅദ്റല്ലാനെ കാണുന്നില്ല. റസൂലുള്ളാഹി അറിഞ്ഞോ? റസൂലുള്ളാഹി ആളെ വിടുകയാണ്. സഹോദരങ്ങളെ, മുഹമ്മദ് നബിയെക്കാളും വലിയ ആളാണ് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ എന്ന് പ്രചരിപ്പിക്കുന്ന ഈ ഖുറാഫാത്ത്, ഈ മുസ്ലിയാക്കന്മാർ, ഈ ബാക്കവിമാർ, ഈ സഖാവിമാർ, ഈ ഫൈസിമാർ, അവരാണ് ഇസ്ലാമിക ലോകത്തിന്റെ അപജയത്തിന്റെ കാരണമെന്ന് തിരിച്ചറിവ് നമുക്ക് ഇനിയെങ്കിലും ഉണ്ടാകേണ്ടതില്ലേ എന്ന് ന്യായമായ എന്റെ ചോദ്യത്തിന് സഹോദര മറുപടി കിട്ടേണ്ടതുണ്ട്. എവിടെ എത്തിക്കുന്നു എന്നത് നാം അറിയേണ്ടതുണ്ട്. ഈ നാട്ടിൽ മനുഷ്യരെങ്ങനെ പഠിപ്പിച്ച് അവരോട് പ്രാർത്ഥിക്കുന്ന, അവരെ ആരാധിക്കുന്ന, അവരെ ഭയപ്പെടുന്ന, അവരെല്ലാം അറിയുന്നുണ്ടെന്ന് കാണുന്ന, പടച്ചവനെ പേടിക്കാത്ത എന്റെ നാഥൻ എന്നെ കാണുന്നുണ്ട്. അതെ, നിങ്ങൾക്കറിയാലോ, വിശുദ്ധ ഖുർആൻ സൂറത്ത് ഖാഫിൽ 50-ാം അധ്യായം 16 മുതലുള്ള 20 വരെയുള്ള വചനങ്ങളിൽ അല്ല പറഞ്ഞിട്ട് അത് കേൾക്കാതെ, അത് മനസ്സിലാക്കാതെ നിങ്ങളുടെ കണ്ണിന്റെ കട്ടുനോട്ട പറയുന്നവൻ അല്ലയാണ്, നിങ്ങളുടെ കൽബകത്തുള്ളറിയുന്നവൻ അല്ലയാണ്, നിങ്ങൾ എവിടെ വെച്ചെന്ത് ചെയ്താലും അറിയുന്നവൻ അല്ലയാണ്. ആ അല്ലാഹുവിലേക്ക് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരെ ഉയർത്തുക വഴി ഈ സമൂഹത്തെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കുന്നവർ, അല്ലാഹുവിൽ പങ്കാളികളെ ഉണ്ടാക്കുന്നവർ, അരുത് മൊയ്ലിയന്മാരെ, നിങ്ങളോട് ഈ പാവപ്പെട്ട ജനത ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങളെ വിശ്വസിച്ചവരവർ, നിങ്ങളെ അംഗീകരിച്ചവരവർ, സ്വന്തം മക്കൾക്ക് ഭക്ഷണം കൊടുക്കാതെ നിങ്ങൾക്ക് ഭക്ഷണം തന്നവരവർ, അവരെ സ്വന്തം ബാപ്പ രോഗം പിടിച്ചു കിടക്കുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി സംരക്ഷണം തന്നവർ, നിങ്ങളെ അംഗീകരിച്ചവർ, ഉള്ള പണം മുഴുവനും നിങ്ങൾക്ക് തന്നവർ, ബിരിയാണിയും നെയ്ച്ചോറും ഉണ്ടാക്കി കരഞ്ഞ് പട്ടിണി കിടന്നുറങ്ങിപ്പോയ മക്കൾക്ക് കൊടുക്കാതെ നിങ്ങളെ തീരിച്ചവർ, ആ പാവപ്പെട്ട ജനങ്ങളെ, നിങ്ങളെ വിശ്വസി പാമര ജനങ്ങളെ നിങ്ങൾ ചതിക്കുന്നു എന്നിടത്താണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ദുഃഖം എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. സഹോദര, അടുത്ത കാര്യം, നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇനിയോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രണവും നബിയുടെ കൈകളിലാണ്. അതുമിതാ ഈ കാന്തപുരത്തിന്റെ ഒരു മുസ്ലിയാര് പറയാൻ, അയാൾ വാർത്തെടുത്ത സമൂഹം എവിടെ എത്തി നിൽക്കുന്നു എന്നത് ഗൗരവമായി നമ്മൾ അറിയേണ്ടതാണ്. ആ ക്ലിപ്പിംഗ് നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. നഈമി, ഫാറൂഖ് നഈമി എന്ന കൊല്ലം ജില്ലയിൽ ശിർക്ക് പഠിപ്പിച്ച് ആളുകളെ നരകത്തിലേക്ക് എത്തിക്കാൻ അശ്രാന്ത പരിശ്രമത്തിൽ ഏർപ്പെടുന്ന, ഇബ്ലീസിനേറെ സന്തോഷം നൽകുന്ന ഒരു മൊയ്ലിയാരുടെ ക്ലിപ്പിംഗ് നിങ്ങളൊന്ന് കാണുക. ലോകത്തുള്ള എല്ലാ ചലനങ്ങളെയും ആധികാരികമായി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ലോകത്തുള്ള എല്ലാ ചലനങ്ങളെയും
ആധികാരികമായി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. സഹോദരങ്ങളെ, അബൂജഹൽ പോലും വിശ്വസിച്ചു. അബൂജഹലും വലീദ് മുഗീറയും അബൂലഹബ് പോലും അബൂലഹബിനോട് റസൂൽ ചോദിക്കൽ കേട്ടോളി, തെളിവാ പറയുന്നത്, വെറുമൊരു വിമർശനമല്ല. അള്ളാന്റെ റസൂലാണത്രേ ലോകത്തിലെ ചലനങ്ങൾ ആധികാരികമായി കൺട്രോൾ ചെയ്യുന്നത്. എവിടെയാണ് ഇവരുള്ളത്? എവിടെയാണ് ഈ കൗമുള്ളത്? നിങ്ങൾക്കറിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി അബൂജഹലിനോട് ചോദിക്കാൻ, അബൂജഹലെ, ലോകത്തിന്റെ കൺട്രോൾ ഇബ്രാഹിം നബിക്കാണെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? ലോകത്തിന്റെ കൺട്രോൾ ഇസ്മായിൽ നബിക്കാണെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? അബൂജഹലെ, ലാത്തയും മനാത്തയും ഉസ്സയും അതുപോലെയുള്ള ഔലിയാക്കളാണ് ലോകത്തിന്റെ നിയന്ത്രണം എന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? ലോകത്തെ നിയന്ത്രിക്കുന്നത് ഞാനാണ് എന്ന വിശ്വാസം നിനക്കുണ്ടോ എന്ന് റസൂലുള്ളാഹി ചോദിക്കുന്നു. അപ്പൊ അബൂജഹൽ പറയൻ, അബൂജഹലിന്റെ ഈമാൻ അതാണ്. അബൂജഹലിനുണ്ട് ഈമാൻ, അള്ളാഹ് സ്വീകരിച്ച ഈമാനല്ല. ആരും തെറ്റിദ്ധരിക്കണ്ട. അബൂജഹലിന്റെ ഒരു ഈമാൻ, ആ ഈമാൻ വെച്ച് ചോദിച്ചു റസൂലേ, ഖുർആനിലെ വചന. മക്കളെ, യുവാക്കളെ, അള്ളാന്റെ ഗ്രന്ഥം ഇന്നെടുത്തു നോക്ക്. 10-ാം അധ്യായം സൂറത്ത് യൂനുസ് 31-ാമത്തെ വചനമാണ്. നബിയേ, അബൂജഹലിനോട് ചോദിക്കും, നബിയേ, ലോകത്തിലെ മുഴുവൻ ചലനങ്ങളും നിയന്ത്രിക്കുന്നതാരാ? ആകാശഭൂമികളുടെ അതിനിടയിലുള്ളതിന്റെ എല്ലാറ്റിന്റെയും ചലനങ്ങൾ നിയന്ത്രിക്കുന്നതാരാ? ചോദിച്ചു നോക്ക് നബിയേ, അതാരാണെന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അല്ലാ, അല്ലാ, അല്ലാ. ഞാൻ പറയുന്നത് അബൂജഹലിന്റെ ഈമാൻ, അബൂജഹൽ വിശ്വസിച്ച വിശ്വാസം പോലും നമ്മുടെ സമൂഹത്തിനില്ല. പ്രിയപ്പെട്ടവരെ, ഈ മുസ്ലിയാക്കന്മാരോട് എന്തുകൊണ്ട് മുജാഹിദുകൾക്ക് വെറുപ്പ്, എന്തുകൊണ്ട് ഈ ഉള്ളവന് വെറുപ്പ് എന്നതിനെ കുറിച്ച് നിങ്ങൾ അറിയുമോ? അല്ലാഹു ലോകത്തെ നിയന്ത്രിക്കുന്നു എന്നതിന് പകരം റസൂലാണ് ലോകത്തിലെ മുഴുവൻ ചലനങ്ങളും അറിയുന്നത് എന്ന് തെറ്റിദ്ധാരണ. ഇനി റസൂലുള്ള പറയുന്ന ഒരു ഹദീസ് കേട്ടോ, ഇതിന് നേരെ എതിരായ ഒരു ഹദീസ്. അതാ ഞങ്ങളുടെ തെളിവ്, ഞങ്ങളുടെ തെളിവാണ് പ്രധാനം. ഒരായത്ത് ഞാൻ ഉദ്ധരിച്ചു. മക്കാ മുശ്രിക്കുകൾക്ക് പോലും ഈ വിശ്വാസമില്ലെന്ന്. ഒരുപക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോ പേരോടിനെ തന്നെ കൊണ്ടുവരണം, അലവിയെ തന്നെ കൊണ്ടുവരണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സഖാഫിയെ കൊണ്ടുവരണം എന്ന് ചിന്തിക്കുന്ന AP സുന്നികളോട് നിങ്ങൾക്ക് മരിക്കണ്ടേ? നിങ്ങൾക്ക് അല്ലാഹനെ കണ്ടുമുട്ടണ്ടേ? ദുനിയാവിനപ്പുറത്തൊരു ജീവിതത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? അലൈസ മിൻകുർ റജുലുർ റശീദ്, ഒരു വിവേകമുള്ള ഒരാളെങ്കിലും നിങ്ങളെ നയിക്കാനും നേരെയാക്കാനും നിങ്ങളുടെ കൂട്ടത്തിലില്ലേ? നിങ്ങളുടെ കൂട്ടത്തിലില്ലേ? നിങ്ങൾ എന്താ ഈ പറയുന്നത്? നിങ്ങൾ എന്താ ജനങ്ങളെ പഠിപ്പിക്കുന്നത്? മുഹമ്മദ് നബിയാണ് ലോകത്തിന്റെ മുഴുവൻ ചലനങ്ങളും ആധികാരികമായി, വെറൊരു ഭാഗ്യമായിട്ടല്ല, ആധികാരികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയന്ത്രിക്കുന്നു. ഏത് ഖുർആനാ മൊയ്ലിയാരെ? ഏത് ഹദീസാ മൊയ്ലിയാരെ? ഏത് സഹാബി പറഞ്ഞ മൊയ്ലിയാരെ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഏത് അബൂജഹലിനോട് അബൂലഹബിനോട് റസൂലിക്ക ലോകത്തിന്റെ മുഴുവൻ ചലനങ്ങളും മൊത്തം നിയന്ത്രണമായിരിക്ക അല്ലാഹ്ക്ക്, അതിൽ വേറൊരാൾക്കും പങ്കില്ല എന്ന അബൂജഹലിന്റെ ഈമാൻ, അവിടേക്കെങ്കിലും എത്താൻ നിങ്ങൾക്ക് സാധിക്കണ്ടേ? നിങ്ങൾ എത്തിയോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യവും ഞങ്ങളെ വലിയകളോട് ചോദിച്ചിട്ടേ ചെയ്യൂന്ന് പോലും അവർ വിശ്വസിച്ചില്ല. അതുകൊണ്ടറിയുക, അബൂജഹലല്ല, അബൂബക്കറാണ് പ്രശ്നം. ആധുനിക അബൂബക്കറാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം, അബൂജഹലല്ല. അബൂജഹലിന്റെ ഒക്കെ എത്രയോ മേലെ. സഹോദരങ്ങളെ, ഈ സമൂഹത്തെ ശിർക്കിലേക്ക് നയിക്കുന്നതിൽ ഇവർ മുന്നിട്ട് നിൽക്കുന്നു എന്ന് ഇനിയൊരു ഹദീസ് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, സഹിയായ ഹദീസാണ്. നാളെ ഹൗലുൽ കൗസറിന് നേരെ കേട്ടോളി, ഡീറ്റെയിൽ ആയിട്ട് കേട്ടോളി, കേൾക്കാത്തവർ കേട്ടോളി. ഹൗലുൽ കൗസറിന് നേരെ എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ വരും. ആ ആളുകൾ വരുമ്പോ അവർക്കിടയിൽ ഷട്ടർ ഇടപെടും. അവരെ എന്നിലേക്ക് എത്തില്ല. എന്റെ മുമ്പിൽ വെച്ച് ഒരു ഷട്ടർ ഇടപെടും. അപ്പൊ ഞാൻ പറയാ, അല്ലാ, അവരെന്റെ ഉമ്മത്താ അല്ലാ, അവരെ വിട്ടേക്കണേ അല്ലാ, അവരെ എന്നിലേക്ക് പറഞ്ഞേക്കണേ അല്ലാ. അപ്പൊ റസൂലിനോട് പറയപ്പെടും, നബിയേ, നബിയേ, കേട്ടോളി, തീർന്നില്ല നബിയേ, അങ്ങയുടെ വഫാത്തിന് ശേഷം അടിമരയിട്ടോളി മക്കളെ, മുസ്ലിങ്ങളെ, മൊയ്ലിയമാരെ, ഈ
ഈമാനിന്റെ കണിക നിങ്ങളുടെ നെഞ്ചത്തുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോളി, മുത്ത് നബീന്റെ വാക്ക, എന്റെ വാക്കല്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. പാവപ്പെട്ടവരെ ചതിക്കല്ലേ, വഞ്ചിക്കല്ലേ, ഈ യുവാക്കളെ നശിപ്പിക്കല്ലേ, ശിർക്കിലേക്ക് എത്തിക്കല്ലേ എന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കാൻ. റസൂലുള്ളാഹി പറയാണ്, അന്ന് എന്നോട് പറയപ്പെടും, നബിയേ, അങ്ങയുടെ വഫാത്തിന് ശേഷം ഇവരെന്തൊക്കെയാണ് മതത്തിൽ കടത്തിക്കൂട്ടിയത് അതങ്ങക്കറിയില്ല നബിയേ. തുടർന്ന് പറയാൻ, ആ റിപ്പോർട്ട് കാണാത്തവരുണ്ടാകും. റസൂലുള്ളാഹി പറയാ, അപ്പോ അതെന്നോട് പറയുമ്പോ എന്റെ വഫാത്തിന് ശേഷം ഞാൻ ഇവർ പ്രവർത്തിച്ചത് അറിയില്ല എന്നെന്റെ റബ്ബെന്നോട് പറയുമ്പോ, അല്ല അല്ലാ, ഞാനെല്ലാം കണ്ടു എന്ന് നബി പറയുമെന്നല്ല. അല്ല, കേട്ടോ, മറിച്ച് റസൂലുള്ളാഹി പറയാ, തിരുനാവ് കൊണ്ട് പറയാ, അല്ലാഹുവേ, അന്ന് ഞാൻ ഈസാ നബി പറഞ്ഞ പോലെ പറയും. സൂറത്ത് അൻആമിലെ 116, 117 വചനങ്ങളിൽ ഈസാ നബി പറഞ്ഞത് അതെന്താ കൂട്ടരെ? അല്ലാഹുവിന്റെ ഗ്രന്ഥം കേട്ടിട്ട് മാറാത്തവരെ, നിങ്ങൾക്ക് മരിക്കണ്ടേ? ഈസാ നബി പറഞ്ഞത് എന്താ? അല്ലാഹുവേ, ഞാൻ അവരുടെ കൂടെ ജീവിച്ച കാലത്ത് അവരെന്നെ ആരാധിച്ചിട്ടില്ല, അവരെന്നെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല, ഞാൻ അതിന് സാക്ഷ്യം വഹിച്ചവനാ. എന്നെ നീ ഏറ്റെടുത്തപ്പോ പിന്നെ അവർ ചെയ്തതിന് ഞാൻ സാക്ഷിയല്ല. എനിക്കറിയില്ല, ലോകത്ത് നടക്കുന്നത് എനിക്കറിയില്ല. ക്രിസ്ത്യാനികൾക്ക് വലിയ തെളിവാ, സഹോദരാ മുസ്ലിമീങ്ങൾക്ക് ഈസാ നബി പറഞ്ഞ പോലെ ഞാൻ അല്ലാഹുവോട് പറയും, അല്ലാഹുവേ, നീ എന്നെ ഏറ്റെടുത്തപ്പോൾ പിന്നെ ലോകത്ത് നടന്നതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇതിനേക്കാൾ വലിയൊരു തെളിവ് സമസ്തക്കാരെ, മരിച്ചുള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ എത്തുമ്പോ നിങ്ങൾ നരകത്ത് പോകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, എന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. ഞങ്ങൾ ഉണ്ടാകരുത്. നോക്ക്, ലോകത്തിന്റെ നിയന്ത്രണം പോയിട്ട് ലോകത്ത് നടക്കുന്നതൊന്നും ഞാൻ അറിയില്ല. അന്ന് ഈസാ നബി പറഞ്ഞ പോലെ ഇനി പറ, ഈസാ നബി പറഞ്ഞത് എന്താ? ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്നാ. അതിന് ശരിവെച്ചെങ്കിൽ പറ, നബി കള്ളം പറഞ്ഞു. ഈസാ നബിയുടെ അനുഭവമായിരിക്കും എനിക്ക്, ഞാൻ അറിയില്ല, ഞാൻ മനസ്സിലാക്കില്ല. പറ, നാളെയോ മറ്റന്നാളോ ഇതിന് മറുപടി ഉണ്ടെങ്കിൽ പറ. പാവപ്പെട്ടവർക്ക് പഠിപ്പിച്ചു കൊടുക്ക്. കേരള യാത്ര നടത്തിയല്ലോ, പലതും നടത്തിയല്ലോ. ചിന്തിക്ക്, എവിടെ എത്തി നിൽക്കുന്നു ഈ കൗമ്? സഹോദരങ്ങളെ, മരണത്തെ എപ്പോഴും മുഖാമുഖം കണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാ പറയുന്നത്, സ്നേഹം കൊണ്ടാ പറയുന്നത്. യുവാക്കളെ, എന്റെ താഴെയുള്ളവരുമല്ലാത്തവരോടും എന്റെ ഈ കാക്കമാരോട് നിങ്ങൾ ദയവ് ചെയ്ത് ഈ സമസ്തയിൽ നിങ്ങൾ രക്ഷപ്പെടണം. ഇന്ന് ഈ നിമിഷത്തിൽ നിങ്ങളോട് ഒരു സലാം പറയണം. നിങ്ങൾക്കറിയില്ല അവരുടെ അപകടം, അവരെങ്ങോട്ട് നിങ്ങൾ ക്ഷണിക്കുന്നു എന്ന് നിങ്ങൾക്കറിയില്ല. ഞാനിവിടെ കേൾപ്പിച്ച ഓരോ ക്ലിപ്പിങ്ങിലും എന്റെ അടിക്കുറിപ്പായ സംസാരം ഉണ്ടല്ലോ, ഒരിക്കലും നിങ്ങൾ മറക്കരുത്. ആധികാരികമായ ആ ശബ്ദത്തെ നിങ്ങൾ മറന്നു പോകരുത്. അതെന്റെ കഴിവല്ല, ഈ റബ്ബിന്റെ കലാമിന്റെയും അതിന്റെ മഹത്വത്തിന്റെയും കഴിവാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ. നിങ്ങൾ നോക്കേ, ഇത് നിങ്ങൾ മനസ്സിലായ രണ്ട് തെളിവ് ധരിച്ചു. ഒന്ന് ഖുർആനിലെ ആയത്ത് ധരിച്ചു, ഒന്ന് റസൂലുള്ളാഹിന്റെ വാക്കായി ഹദീസ് ധരിച്ചു. ഇനി നിങ്ങൾക്ക് കേൾക്കണ്ടേ, ഔലിയാക്കൾക്ക് രണ്ട് ശരീരം ഉണ്ടാവും. ഒരു പ്രത്യേക ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ ഔലിയാക്കൾക്ക് രണ്ട് ശരീരം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഔലിയാക്കളുടെ മാറ്റം പറഞ്ഞ് ഔലിയാക്കളിലേക്ക് എത്തിച്ച് ശിർക്ക് ചെയ്യിപ്പിക്കാൻ സാക്ഷാൽ കാന്തപുരം. കേട്ടോളൂ നിങ്ങള്. ബുദല എന്ന് പറയുന്ന ഔലിയാക്കൾ, അവരെ ഒരേ സമയത്ത് ഒന്നിലധികം സ്ഥലത്ത് കാണാൻ കഴിയും. ഇതങ്ങോട്ട് കേട്ടാലിപ്പോ നമ്മുടെ പുത്തൻ പ്രസ്ഥാനക്കാര് ചിരിക്കുകയും കളിയാക്കുകയും അതുവഴി അവർ മുർത്തത്തായി പോവാൻ കാരണമാവുകയും ചെയ്യും. പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ബുദല എന്ന് പറയുന്ന ആ ഡിഗ്രിക്കാർ ഒരേ സമയത്ത് അവരുടെ സാന്നിധ്യം ഒന്നിലധികം സ്ഥലത്ത് ഉണ്ടാകും. ഔലിയാക്കളെ ബുദല എന്നുള്ളൊരു ഡിഗ്രിയിലെത്തുന്ന അപ്പോലെ ഒരേ സമയത്ത് രണ്ട് സ്ഥലത്ത് കാണും. ഒരേ സമയത്ത് രണ്ട് സ്ഥലത്ത് ഒരാളൊരു ഔലിയന്റെ കറാമത്ത് പറഞ്ഞു, എടാ ഞാൻ മുക്കത്ത് പോയപ്പോ ഈ ഔലിയ അവിടെ, എടാ ഞാൻ മക്കത്ത് ചെന്നപ്പോ ഔലിയ അവിടെ. അപ്പൊ കണ്ടോൻ ഔലിയല്ലേ? അതാരും ചിന്തിക്കൂല. ഇത് ഞാൻ മുക്കത്തുള്ളപ്പോ അയാൾ അവിടെ ഉണ്ട്, ഞാൻ മക്കത്തുള്ളപ്പോ അയാളുണ്ട്, അപ്പൊ ഞാനും അയാൾ തുല്യല്ലേ? ആളുകൾ ചിന്തിക്കൂല. ഇനി ഇവിടെ പറഞ്ഞതോ, ഇത് കേട്ടാൽ പുത്തൻ പ്രസ്ഥാനക്കാർ ചിരിക്കും, പരിഹസിക്കും. മൂപ്പർക്ക് എന്നറിയാം, ചിരിക്കാൻ മാത്രമുണ്ട്. ഇച്ചാതി ബടായും പൊട്ടപ്പോയതോ പറഞ്ഞ വിവരമുള്ള ചിരിക്കൂലേ? ഇനി ഇതിലെ ദീനീ വശാണ് അന്വേഷിക്കേണ്ടത്.
കാന്തപുരം ആധികാരികമായിട്ടുള്ള ശബ്ദം എന്നാണല്ലോ പറയല്. എന്താ പറഞ്ഞ്? ബുദലാവ് എന്നുള്ള ഡിഗ്രി നേടിയവര്. എന്നാ അതിൽ ഏറ്റവും രസം എന്നറിയോ? ഒരൊറ്റ നബിയും ബുദലാവ് എന്നുള്ള ഡിഗ്രി പാസ്സായിട്ടില്ല. മനസ്സിലായോ? ആദം നബി മുതൽ മുഹമ്മദ് നബി വരെയുള്ള ഒരൊറ്റ നബിക്കും ബുദലാവ് ഡിഗ്രി ഇല്ല. ഇല്ല. നിങ്ങൾ പരിശോധിച്ചോ, മുഹമ്മദ് നബിക്ക് ബുദലാവ് എന്നുള്ള ഡിഗ്രി ഉണ്ടോ? ഒരൊറ്റ ഔലിയാക്കും ബുദലാവ് എന്നുള്ള ഡിഗ്രി ഇല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഈ ഡിഗ്രി ഉണ്ടോ? ഇല്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു ഈ ഡിഗ്രി ഉണ്ടോ? ഉസ്മാൻ അവർക്കൊന്നും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു ഡിഗ്രി. നിങ്ങൾ ആലോചിക്കണം, ആരാ പറയുന്നത്? സാക്ഷാൽ ഖമറുൽ ഉലമ അല്ലേ? ഈ ഖമറുൽ ഉലമ എന്ന് പറയുമ്പോൾ ചെറിയൊരു വിസ്തീർണ ആവശ്യമാണ്. സംശുൽ ഉലമ, ഖമറുൽ ഉലമ, അതിലൊരു പ്രത്യേകതയാണ്. അതറിയോ? സാധാരണ സൂര്യനിൽ നിന്ന് പ്രകാശം തട്ടിയാലേ ചന്ദ്രൻ പ്രകാശം. സംശുൽ ഉലമന്റെ പ്രകാശം കൊണ്ട് തട്ടിയിട്ട് ഒരു ഖമറായത്. അതിന്റെ മേലേക്ക് ഉയർത്താൻ വകുപ്പില്ല എന്ന് ഒരിക്കലറിയാം. മനസ്സിലായോ? മനസ്സിലായോ? ഇതൊക്കെ തന്നെ ഈ രണ്ട് പ്രയോഗവും അനിസ്ലാമികമാണ്. കാരണം വമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല, നിങ്ങൾക്ക് വളരെ കുറച്ച് അറിവേ നൽകിയിട്ടുള്ളൂ. അപ്പൊ അറിവിന്റെ സൂര്യസമാനമായ അറിവ്, ചന്ദ്രസമാനമായ അറിവ് എന്നാണ് ഖമറുൽ ഉലമ, സംശുൽ ഉലമ എന്നൊക്കെ പറഞ്ഞ നാടൻ വിശദീകരണം. മനസ്സിലായോ? ഓൾക്ക് പല വിഷയങ്ങൾ ഉണ്ടാവും. ഞാൻ പറയുന്നത് ബുദലാവ് എന്നുള്ള ഒരു ഡിഗ്രി ഒറ്റ നബിമാർക്കില്ല, ഒരൊറ്റ ഔലിയാക്കൾക്കില്ല, താബീങ്ങൾക്കില്ല, തബൂൽ അത്ബാഇകൾക്കില്ല. നിങ്ങൾ ആലോചിച്ചു, ഈ ഡിഗ്രി പിന്നെ ആരാ പാസ്സായത്? ഈ ഡിഗ്രി ആളുകളെ പറ്റിക്കാനും വഞ്ചിക്കാനും ഒക്കെയാണ്. ചില ആളുകളുടെ ശരീരം 3-4 സ്ഥലത്ത് അടങ്ങിയിട്ടുണ്ടെന്നൊക്കെയുള്ള പ്രചരണം. ഇതെല്ലാം കളവാണ്. ഇതൊന്നും ഇസ്ലാമല്ല. നിങ്ങൾ ആലോചിക്കും, നിങ്ങളിപ്പോ ഇതൊക്കെ പറയുമ്പോ ഉസ്താദ് എന്നാലും കളവ് അറിയോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. പോയത്തക്കാരാ ഒരൊറ്റ നബിക്ക് ഈ ഡിഗ്രി പാസ്സാകുന്നില്ല. നീ എന്നാലും നീ അംഗീകരിക്കില്ല. നബിമാരൊന്നും പാസ്സായില്ലെങ്കിലും അങ്ങനെ പാസ്സാകുന്ന കുറച്ചാള് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അതിന്റെ ഒക്കെ അപ്പുറത്തുള്ളവര് എന്നാ നീ ചിന്തിക്കുന്നത്? മോനെ ആണോ? ആലോചിക്ക്, ഒരൊറ്റ സ്വഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു, മഹാന്മാരായ സ്വഹാബിമാർ, അവരാരും ഈ ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ടോ? ഈ ബുദലാവ് എന്ന് പറഞ്ഞ ഡിഗ്രിയിൽ എത്തിയിട്ടില്ല. അപ്പൊ വെറുതെ ദുർവ്യാഖ്യാനിക്കാണ്, വെറുതെ പറയാം. അങ്ങനെ ഒരു ഡിഗ്രി അല്ലാഹു ആർക്കും കൊടുത്തിട്ടില്ല. അങ്ങനെ ഒന്നും ഞാനൊക്കെ വിചാരിക്കണ്ട. ഈ സയാമീസ് മറ്റേ ഇപ്പം നടക്കുന്ന കുറെ ഇതുണ്ടല്ലോ, ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മൾ സാധാരണ പലപ്പോഴും നമ്മളെ കാലം ആഗ്രഹിക്കുക എങ്ങനെ അള്ളാന്റെ ദീന് പച്ചക്ക് പച്ച പറയാൻ അള്ളാഹു എനിക്കൊരു 10 ശരീരം തന്നിരുന്നേ, ഒരേ സമയത്ത് കേരളത്തിൽ പ്രസംഗിച്ചാളായിരുന്നു, വരുമാനം ഉണ്ടായിക്കളായിരുന്നു നല്ലട്ടോ. ഉണ്ടാവോ? ഏതെങ്കിലും ഒരു പ്രവാചകൻ അന്ന് കൊടുത്തിട്ടുണ്ടോ അങ്ങനെ ഒരു അവസ്ഥ? ഏതെങ്കിലും ഒരു സ്വഹാബിക്ക് കൊടുത്തിട്ടുണ്ടോ അള്ളാഹ് അങ്ങനെ ഒരു അവസ്ഥ? ഇല്ല. അപ്പൊ ഇവര് ആളുകളെ ചതിക്കുകയാണ്, പറ്റിക്കുകയാണ്, വഞ്ചിക്കുകയാണ്. ബുദലാവ് എന്നൊരു ഡിഗ്രി ഈ സ്വഹാബത്തിനും ബാക്കിയുള്ളവർക്കും കിട്ടാത്ത ഡിഗ്രി ഉണ്ട് എന്ന കള്ളപ്രചരണം സാക്ഷാൽ കാന്തപുരം മുസ്ലിം കൈരളിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഏത് അന്ധവിശ്വാസം, ഏത് വിധികത്ത്, ഇപ്പൊ സാധാരണ മുജാഹിദുകളെ പറ്റി പറയാറുള്ള എന്താ? സ്വലാത്തില്ലാത്തവര്, ദിക്റില്ലാത്തവര്, ദിക്റിന്റെ മജ്ലിസ് ക്യാൻസൽ ചെയ്തവര്. ഞങ്ങൾ എന്താ യഥാർത്ഥം പറയുന്നത്? സ്വലാത്ത് കെട്ടിയുണ്ടാക്കുക, തോന്നിയതുപോലെ ചെയ്യുക, ഓരോരുത്തരുടെ ഇഷ്ടത്തിനൊത്ത് ഉണ്ടാക്കുക, അതിനെ ഞങ്ങൾ എതിർക്കുന്നത്. ഇസ്ലാം പഠിപ്പിച്ച സ്വലാത്തിനെ മുജാഹിദുകൾ എതിർത്തിട്ടില്ല. മറിച്ച് നിങ്ങളൊരു ക്ലിപ്പിംഗ് കേട്ടോളൂ, ഞാൻ അതിൽ നിന്ന് നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. ഈ നിസ്കാരത്തിന്റെ ദ്വാരന്റെ ശേഷം ഒരു സ്വലാത്ത് ചെല്ലുന്നുണ്ടല്ലോ ഇപ്പോൾ, അത് എന്താ അതിന്റെ നിയമം? നമ്മളും ചെറുപ്പത്തിലുള്ള കാലത്ത് അങ്ങനെ സ്വലാത്ത് കണ്ടിട്ടില്ല, ഉള്ളത് പറയാലോ. ഇപ്പോൾ കുറെ കാലമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ ചില സ്ഥലത്ത് 3 സ്വലാത്ത് ഏപ്പിക്കാരെ തുടങ്ങിയത് തോന്നുന്നുണ്ട് അല്ലേ? എന്തായാലും സ്വലാത്ത് നല്ല കാര്യം തർക്കല്ല. അപ്പൊ ഏപ്പിക്കാർ 3 ആക്കിയപ്പോൾ നമ്മളാൾക്കാർ ചിലപ്പോൾ 10 ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിൽ നടന്നു വരുന്നുണ്ട്. എന്തായാലും സ്വലാത്ത് എപ്പോഴും ചെല്ല, പ്രത്യേകിച്ചും നിസ്കാരത്തിന് ശേഷം ദ്വാരക്കാണ്. ദ്വാരന്റെ മുമ്പും സ്വലാത്തല്ല, ശേഷം സ്വലാത്തല്ല. അത് 2ഉം ചെല്ല, 3ഉം ചെല്ല, 5ഉം ചെല്ല, 10ഉം ചെല്ല. പക്ഷെ പള്ളിയിൽ നിസ്കരിക്കാൻ മറ്റ് ജമാഅത്തിൽ വരുന്ന ആളുകൾക്ക് ആശയക്കുഴപ്പം, തശ്വീഷൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അത് ഒരു പ്രധാന വിഷയമാണ്. മാത്രമല്ല ആ സ്ഥലത്ത് പ്രത്യേകം സ്വലാത്ത് 3 സുന്നത്താ വിചാരിച്ച വിദഅത്തായി. ഒരു ഇസ്ലാമിലെ മസല അങ്ങനെ. ഇപ്പോൾ നിസ്കാരത്തിന്റെ ശേഷം 3 സ്വലാത്ത് ചെല്ലൽ, ദ്വാന്റെ ശേഷം 3 ശേഷം സ്വലാത്ത് ചെല്ലൽ പ്രത്യേകം സുന്നത്താണെന്ന് വിശ്വസിച്ചാൽ തെറ്റാണ്, അനാചാരമാണ്, ഒഴിവാക്കപ്പെടേണ്ടതാണ്. അല്ല വേറെ ബാഹ്യമായ ദോഷവശങ്ങളൊന്നുമല്ലാതെ 3, 5, 10, 200, 1000 സ്വലാത്തൊക്കെ ആർക്കും ചെല്ലാ, സ്വലാത്തിന്റെ പുണ്യം കിട്ടും. ഇതാണ് എന്റെ പൊതുവായ സമീപനം. ഒരിക്കൽ ഇവിടുന്ന് നമുക്ക് വിശ്വാസയോഗ്യനായ ഒരാള് ഒരു പരിപാടിക്ക് പറഞ്ഞു, ഒരു ചോദ്യം ചോദിച്ചപ്പോ, അഭിവന്ദനായ ശംസുലന ഇ.കെ. ഉസ്താദ് ഒരു പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി പോകുമ്പോ പെരിങ്ങത്തൂർ ആ ഭാഗത്ത് അസർ നിസ്കരിക്കാൻ ഒരു പള്ളിക്കാരി, ആ പള്ളിക്കാരി ദുആ കഴിഞ്ഞിട്ട് 3 സ്വലാത്ത് ഇതേമാതിരി ചൊല്ലി. അപ്പോ ആളെ വിളിച്ചു, നിസ്കാരം കഴിഞ്ഞിട്ട് സ്വലാത്ത് കഴിഞ്ഞിട്ട്, എന്താ സ്വലാത്ത് ചോദിച്ചു.
നിനക്ക് എവിടുന്ന് കിട്ടി സ്വലാത്ത് പറ എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്ത സംഭവത്തിന് സാക്ഷിയായ ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ പ്രത്യേകം അവിടെ സുന്നത്താന്ന് വിചാരിച്ചാൽ തെറ്റാ, ഇല്ലെങ്കിൽ ഓക്കെ, ശല്യമില്ലാത്ത വിധത്തിൽ എപ്പോഴും എന്ത് ചെയ്യാ, സ്വലാത്ത് അല്ല. ഇതാണ് എന്റെ സമീപനം. സഹോദരങ്ങളെ, സ്വലാത്ത് തോന്നിയതുപോലെ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസി പറഞ്ഞ വാചകാകട്ടെ. ഒരു സ്ഥലത്ത് ചെന്ന പെരിങ്ങത്തൂർ ഭാഗത്ത് ചെന്നപ്പോ ഒരു പുതിയ സ്വലാത്ത് കണ്ടു. എന്തൊരു സ്വലാത്ത്, എത്ര സ്വലാത്ത് എന്ന് ചോദിച്ചു. എവിടുന്ന് കിട്ടിയടാ? ഇതേ ഞങ്ങളും ചോദിച്ചിട്ടുള്ളൂ. നിങ്ങളൊരു പുതിയ സ്വലാത്ത് കൊണ്ടുവരുമ്പോ അത് ബിദ്അത്താണ്. പ്രത്യേക സമയം നിശ്ചയിച്ച് പ്രത്യേകം ചെയ്താൽ അത് ബിദ്അത്താണ്. ഞങ്ങൾ പറയുന്ന അതാണ്. നിങ്ങൾ ഉണ്ടാക്കിയ കമാലിയ സ്വലാത്ത്, നിങ്ങൾ ഉണ്ടാക്കിയ നാരിയാത്തു സ്വലാത്ത്, നിങ്ങൾ ഉണ്ടാക്കിയ അനവധി സ്വലാത്തുകൾ, അതെല്ലാം എന്താണ്? ബിദ്അത്തുകളാണ്. ബിദ്അത്ത് നരകത്തിലേക്കാണ്. അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസി ആദ്യം പറഞ്ഞ വാക്കെന്താ? എന്റെ ഒന്നും ചെറുപ്പകാലത്ത് അങ്ങനെയല്ല, ഉള്ളത് പറയാലോ. ഇത് ആ പാചകം മാത്രം എടുത്തിട്ട് ഞാൻ ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. എന്റെ ഒന്നും ചെറുപ്പകാലത്തുണ്ടായിരുന്നില്ല, ഉള്ളത് പറയാലോ. ഈ ഉള്ളത് അപൂർവമായിട്ടെങ്കിലും നിങ്ങൾ പറഞ്ഞതിനെ കൗമ രക്ഷപ്പെട്ടനെ. ഈ ഉള്ളത് അമ്പലക്കടവ് ഒരു 10 വട്ടം പറഞ്ഞതിനെ കൗമ രക്ഷപ്പെട്ടനെ. അല്ലേ? മുജാഹിദുകൾക്ക് സർട്ടിഫിക്കറ്റ് അല്ലേ കിട്ടിയത്? മുജാഹിദുകൾ ഏത് സ്വലാത്ത് നിങ്ങൾക്കറിയാലോ. ഇപ്പൊ സാധാരണ പറയാറുണ്ട്, ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒരു സലാത്ത് ഇല്ല, ബാങ്കിന് ശേഷം സലാത്ത്. സലാത്തില്ല എന്നല്ല, നിങ്ങളുടെ ബാങ്കിന് മുമ്പ്, ബാങ്കിന് ശേഷമാണ് സ്വലാത്ത്. ഏത് പള്ളിയിൽ നിന്ന് ഒരു ബാങ്ക് കൊടുത്താലും ആ ബാങ്ക് കെട്ടവൻ ആദ്യമായിട്ട് ചെല്ലേണ്ടത് റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്താണ്. മുജാഹിദുകൾക്ക് ഒരു അഭിപ്രായമില്ല. എല്ലാരും ചൊല്ലിക്കൊള്ളി, എല്ലാരും നേരെ മറിച്ച് ബാങ്ക് കേട്ട സ്വലാത്ത് എല്ലാവരും ഒരു ദിക്ർ മജ്‌ലിസ് ഉണ്ടാക്കിയാലോ, സ്വലാത്ത് മജ്‌ലിസ്. എന്നിട്ട് അതിനേശം എങ്ങനെ? അതല്ല, ബാങ്ക് കേട്ടാൽ ഉടനെ ഈ പുത്തനത്താണിയിൽ എന്നെ പ്രസംഗിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളോടും റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലണോ? ഞങ്ങൾ ചെല്ലാറുണ്ട്. അതിനുശേഷമാണ് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി ത്വാമ്മ നിങ്ങൾ പറയാറുള്ളത്. 5 വക്ത് നിസ്കാരത്തിലും ഞങ്ങൾ സ്വലാത്ത് ചെല്ലാറുണ്ട്. തീർന്നില്ല, മയ്യത്ത് നിസ്കാരത്തിൽ ഞങ്ങൾ സ്വലാത്ത് ചെല്ലാറുണ്ട്. രാവിലെ നബിയുടെ പേരിൽ 10 സ്വലാത്ത്. ഹദീസിൽ സ്ഥിരപ്പെട്ട 10 നിന്ന് എണ്ണം പറഞ്ഞു. 1000, 10,000, ലക്ഷം എന്നല്ല, 10 നിന്ന് പറഞ്ഞു. ആ 10 സ്വലാത്ത് രാവിലെ ചെല്ലണം. പിന്നെയോ വൈകുന്നേരം 10 സ്വലാത്ത് ചെല്ലണം. വെള്ളിയാഴ്ച സ്വലാത്ത് അധികരിപ്പിക്കണം. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാത്തവൻ ബഖീലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്. പക്ഷേ സ്വലാത്ത് വിറ്റ് കായുണ്ടാക്കുന്നപ്പോഴത്തെ ഏർപ്പാടുണ്ടല്ലോ, അതിന് ഞങ്ങൾ എതിരാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഈ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് എതിർത്തതുപോലെ തന്നെ പുതുതായി ഉണ്ടാക്കുക, തോന്നിയതുപോലെ ഉണ്ടാക്കുക, കുഞ്ഞുനാളുകളില്ലാതിരിക്കുക. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. അതാണ് മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പനയില്ലാത്തൊരു പ്രവൃത്തി, നമ്മൾ ചെയ്യാത്ത ഒരു പ്രവൃത്തി ദീനിൽ കൊണ്ടുവന്നാൽ അത് ബിദ്അത്താണ്, അത് ചെയ്യരുത്. സ്വഹാബത്തൊക്കെ അങ്ങനെ അതിനെ കണ്ടത്. അതാണ് മുജാഹിദ് പ്രസ്ഥാന കാര്യത്ത് പറയുന്നത്. ചില കാര്യങ്ങൾ ഇതിനോട് ചേർത്ത് നമുക്ക് പറയാനുണ്ട്. ഒരു കാര്യം ഇസ്ലാമികമാകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ടതില്ല, സ്വഹാബികൾ പറയേണ്ടതില്ല, ശറയിൽ ഉണ്ടായാൽ മതി എന്നാണ് നേരത്തെ ഞാൻ പറഞ്ഞ. ലോകം മുഴുവനും അതിന്റെ ചലനങ്ങൾ മുഴുവനും യഥാർത്ഥമായി കൺട്രോൾ ചെയ്യുന്ന റസൂല എന്ന് പറഞ്ഞൊരു പുരോഹിതനില്ലേ, ഒരു ഫാറൂഖ് നൈമി. ഫാറൂഖ് എന്തിനാ പേരിട്ടത്? സത്യത്തെയും അസത്യത്തെയും വിവച്ഛേദിച്ച് സത്യത്തിൽ ഉറച്ചു നിന്നവനെന്നാണ് അതിന്റെ ആശയം. അതില്ലാതെ ബാത്തുലായ കാര്യങ്ങളുടെ പിന്നാലെ പോകുന്ന ഫാറൂഖ് നൈമി, APK സുന്നികൾ കേട്ടോളി. എവിടെയാണ് നിങ്ങളുള്ളത്? ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കാത്തവരെന്ന് നിങ്ങൾ, ഞങ്ങൾ സ്വഹാബത്തിനെ മാനിക്കാത്തവരാണെന്ന് നിങ്ങൾ. ഞങ്ങളാണോ നിങ്ങളാണോ? ആധികാരിക രേഖ വെച്ച് തെളിയിക്കുകയാണ്. നിഭാഗമെന്ന് കേട്ടുനോക്ക്. ഒരു കാര്യം ഇസ്ലാമിൽ പ്രമാണമുണ്ടാകണമെങ്കിൽ, രേഖയാകണമെങ്കിൽ, സമ്മതിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവർത്തിച്ചു കൊള്ളണം എന്ന് നിർബന്ധമില്ല. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നബി തങ്ങൾ ചെയ്തോന്ന് ചോദിച്ചു വരുമ്പം ചാടി ബഹളം ഉണ്ടാക്കാൻ നിൽക്കേണ്ട. ഒരു കാര്യം നബി തങ്ങൾ ചെയ്താലേ ഇസ്ലാമാകൂന്നില്ല, ഒരു കാര്യം സ്വഹാബികൾ ചെയ്താലേ ഇസ്ലാമാകൂ എന്നില്ല, ഒരു കാര്യം ഹദീസിൽ ഉണ്ടെങ്കിലേ ഇസ്ലാമാകൂ എന്നില്ല. മാ ഖാമ അലൈഹി ദലീലുൻ ശർഇയ്യുൻ, ഒരു വിഷയത്തിന് ഇസ്ലാം പ്രമാണികമായി പിന്തുണ നൽകണമെന്നേ ഉള്ളൂ, അല്ലാതെ നബിതങ്ങൾ ചെയ്തതേ ചെയ്യാവൂ എന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതേ ചെയ്തുകൂടൂ എന്നില്ല. അടിസ്ഥാനപരമായി ഇസ്ലാമിൽ അംഗീകാരമുണ്ടാകണം.
ഉദാഹരണം പറഞ്ഞാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് LCD ഇല്ല, നബി തങ്ങളുടെ കാലത്ത് കമ്പ്യൂട്ടർ ഇല്ല, നബി തങ്ങളുടെ കാലത്ത് മോണിറ്റർ ഇല്ല. ഈ സാധനങ്ങളൊക്കെ പുതുതായി വന്നപ്പോ ഇത് ഇസ്ലാമിക പ്രബോധനത്തിന് വിനിയോഗിക്കുന്നതിൽ നബി തങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. സ്വഹാബികൾ ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇമാമുകൾ ചെയ്തിട്ടുണ്ടോ എന്നതിന് പ്രസക്തിയില്ല. അപ്പൊ ഇത് ഇസ്ലാമല്ലേ? ഇത് ഇസ്ലാമല്ലെങ്കിൽ ഇവിടെ മുജാഹിദുകൾ ഇസ്ലാമല്ലാത്തത് ചെയ്യുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് TV ഇല്ല, അന്നപ്പോലത്തെ ഹമക്ക് പുരോഹിതനുമില്ല, അന്നപ്പോലത്തെ പടുചാഹിലും വന്നില്ല. നിങ്ങൾക്ക് ഇത് മനസ്സിലായി? നിങ്ങൾക്ക് മുജാഹിദുകളുടെ നേരെ കുതിര കയറിയ അത്രയും കാലം സഹാബികളെ തള്ളിക്കളഞ്ഞവർ. ഇനി നിങ്ങളും പറഞ്ഞതിന്റെ വിവരക്കേട് കേട്ടോ. ഒരു കാര്യം രേഖയിൽ ഉണ്ടായാൽ മതി, പ്രമാണത്തിൽ ഉണ്ടായാൽ മതി. നബി ചെയ്യേണ്ടതില്ല, സ്വഹാബത്ത് ചെയ്യേണ്ടതില്ല. നബിയും സഹാബത്തിൽ അത് ഏത് പ്രമാണമാണോ എന്റെ കയ്യിൽ? നിങ്ങൾക്ക് മനസ്സിലായോ? നബി ചെയ്യാത്തൊരു കാര്യം ദീനിൽ പ്രമാണാവോ? പൊന്മട അബ്ദുൽ ഖാദർ മുസ്ലിയാരി എന്നൊരു മൊയ്ലിയാരുണ്ട്, അയാൾക്കൊരു പുസ്തകമുണ്ട്, അതൊരു സുന്ന ദർശനം. പുസ്തകത്തിലെ വിശുദ്ധ പാരമ്പര്യം എന്ന് പറഞ്ഞിട്ട് 3-ാമത്തെ ചാപ്റ്റർ എടുത്തു നോക്കേ. നെയ്മിമാരൊക്കെ വായിക്കും, കുറച്ചൊക്കെ ഉസ്താദെന്നൊക്കെ പഠിക്കും. ഉസ്താദുമാര് ചിലതൊക്കെ പറയും, ചില പൊട്ടപ്പോയത്തൊക്കെ ഉണ്ടെങ്കിലും അതിലെന്താണ് ഉസ്താദ് പറയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മൗനാനുവാദം കൊണ്ടോ തെളിയാത്ത ഒരു കാര്യം പ്രമാണമാവുകയില്ല. ശരിക്ക് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ പുസ്തകം പിന്നീട് വായിച്ചിരും. സഹോദരങ്ങളെ, എന്താ പറയുന്നത്? ഇവരെന്താ പറഞ്ഞത്? ദീനിൽ അത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ ഉണ്ടായാൽ ഇടോ പ്രമാണം ഖുർആൻ കൊണ്ട് സുന്നത്ത് കൊണ്ടുണ്ടാവുന്നത്, സഹാബത്തിന്റെ വാക്കുകൊണ്ടുണ്ടാവുന്നത്. അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ വലിയ നഈമിയാണത്രേ, വലിയ ബടായിക്കാരനാണ്. നീ TV കണ്ടുപോയത് കൊണ്ടാണ് ഞാൻ മിണ്ടാത്തതെന്ന് നബി പറഞ്ഞു. ഇതൊക്കെ ബടായി പറഞ്ഞ മൊയ്ലിയാരാ. ഈ മൊയ്ലിയാർ ആലോചിക്കേണ്ട വളരെ പ്രധാനമായ കാര്യം എന്താ? ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കിതാബിൽ പറയാൻ എന്താ പറയുകയോ? ഫഅലൽ മുഅ്മിനി ഇത്തിബാഉ സുന്ന വൽ ജമാഅ അസ്സുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മത്തഫഖ അലൈഹി അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഒരു സത്യവിശ്വാസിക്ക് നിർബന്ധ ബാധ്യതയാണ്. കേട്ടോളി, സാധാരണക്കാരെ മനസ്സിലായിക്കോളി. ഇത് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, ഒരു സത്യവിശ്വാസിക്ക് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ പിൻപറ്റൽ നിർബന്ധമാണ്. എന്ന് പറയണം. അസ്സുന്നത്തു സുന്നത്ത് എന്ന് പറഞ്ഞാൽ മാ സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യാക്കിയതിനെ സുന്നത്ത് എന്ന് പറയും. തീർന്നില്ല. മത്തഫഖ അലൈഹി അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ ഇജ്മാഇ പറഞ്ഞത്. ഇനിയോ വസയറ ഇഖ്തിലാഫൻ കസീറ അലൈക്കും ബിസുന്നതി വസുന്നത്തുൽ ഖുലഫാഉർ റാഷിദീൻ അൽ മഹ്ദിയീൻ. എന്താ? എന്റെ കാലശേഷം ഒരുപാട് ഭിന്നതകൾ നിങ്ങൾ കാണും. അങ്ങനെ ഭിന്നത കണ്ടാൽ എന്റെയും എന്റെ ഖുലഫാഉർ റാഷിദുകളുടെയും ചര്യ നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന് റസൂലുള്ളാഹ്. അതിനെതിരാണ് ഫാറൂഖ് നഈമിയുടെ ഈ പരാമർശം. ഇസ്ലാമിന്റെ പ്രമാണം എന്നത് ഖുർആനും സുന്നത്തുമാണ്, സ്വഹാബത്തിന്റെ ഇജ്മാഅാണ്. മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് അതിനാണ് മൻഹജു സലഫ് എന്ന് മുജാഹിദുകൾ പറയുന്നത്. തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബികളും ഇന്ന് ഏതുപോലെ ദീനനുസരിച്ചുവോ ആചരിച്ചുവോ അതാണ് ദീൻ. ഇവൻ പറയാ അതല്ല. ഇതെന്തിനാ പറയണെന്നറിയോ? ഈ മൊയ്ലിയാര് ഇതിങ്ങനെ പറയാനൊരു കാരണമുണ്ട്. ഇവരുണ്ടാക്കുന്ന സകല പിട്ടുമിണുങ്ങാനുള്ള അന്ധവിശ്വാസം ഉണ്ടല്ലോ, പുലൂസ് അടിക്കാൻ, അതിനൊന്നും നബി ചെയ്തോന്ന് വെച്ചാൽ ഉണ്ടാവില്ല, സഹാബി ചെയ്തോന്ന് വെച്ചാൽ ഉണ്ടാവില്ല. അപ്പൊ തോറ്റു. അതിനൊരു പുതിയ വിശദീകരണം, അതിന് തെളിവ് ധരിക്കണം. ഇന്ന ആയത്ത്, ഇന്ന ഹദീസ് അതിലിങ്ങനെ പറയുന്നു എന്ന് തെളിവ് ധരിക്കണം. ഞങ്ങളാണ് അത്ര ഇപ്പൊ നബീനെയും സഹാബത്തിനെയും അംഗീകരിക്കാത്തത്. നിങ്ങൾ എവിടെയുള്ളത്? നിങ്ങളുടെ പണ്ഡിതന്മാരാ പ്രസംഗിച്ചത്, വായാടി പണ്ഡിതന്മാർ എന്ന് നിങ്ങളെ വലിയമാര് തന്നെ പറഞ്ഞേ അല്ലേ? എവിടെ എത്തി നിൽക്കുന്നു നിങ്ങളെന്ന് നിങ്ങൾക്ക് പറയാമോ? എവിടെയാ നിങ്ങളുടെ സ്ഥാനം എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാമോ? ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് നമ്മുടെ മുടി വിവാദവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിട്ടുള്ളതിൽ നിങ്ങളെ നാട്ടുകാരൻ എഴുതിയൊരു പുസ്തകം, പുത്തനത്താണിയല്ല, വെട്ടിച്ചിറ ഇവിടുന്ന് അധികം ദൂരമില്ല.
ഹസൻ ഇർഫാനി വെട്ടിച്ചിറ. ഇവരെവിടേക്കാണ് മനുഷ്യരെ നയിക്കുന്നത്? മുസ്ലിം സമുദായത്തിന്റെ അപജയത്തിന്റെ കാരണങ്ങൾ എന്ത്? വിശ്വാസ കർമ്മ രംഗത്ത് ഈ സമൂഹം ജീർണിച്ചു, സംസ്കാര സ്വഭാവ രംഗത്തൊക്കെ ഈ സമുദായം ജീർണിച്ചു. അവരിന്ന് അനുഭവിക്കുന്ന മുഴുവൻ അപജയങ്ങളുടെയും കാരണം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും. മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ചുകൊണ്ട് ചിലർക്ക് ചില ആരോപണം. സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നില്ല. സഹോദരങ്ങളെ, ഹസൻ ഇർഫാനി വെട്ടിച്ചിറ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തിരുശേഷി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകൾ, അതിനെ സംബന്ധിച്ച് ഇവരുടെ കാഴ്ചപ്പാടുകൾ ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. എത്രയോ കൊല്ലം മുമ്പുള്ള ഇപ്പൊ പോലും ഈ 2012 പോലും ഇവരിറക്കുന്ന പുസ്തകത്തിലെ അവസ്ഥാവിശേഷങ്ങളൊന്ന് മനസ്സിലാക്കണം. പ്രവാചകന്മാരുടെ രക്തവും മൂത്രവും കൊണ്ട് സ്വഹാബത്ത് ബർക്കത്തെടുത്തതായി ധാരാളം റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു പബ്ലിക്കിൽ നമുക്ക് വായിക്കാൻ വയ്യ. സ്വഹാബികൾ എന്ത് ചെയ്തിട്ടുണ്ട്? മൂത്രം കൊണ്ടും രക്തം കൊണ്ടും സഹാബത്ത് ബർക്കത്തെടുത്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടുണ്ട്. അടുത്ത വാചകം അതിനെ കശക്കി എറിയുന്ന വാചക. വലിയമാർക്ക് ചിന്തിക്കാൻ കഴിയില്ല. ആദ്യം ഇത് എന്താ നോർമൽ ഉണ്ടാവില്ല. ആദ്യം പറഞ്ഞു ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. പ്രവാചകന്മാരുടെ രക്തവും മൂത്രവും കൊണ്ട് സഹാബത്ത് ബർക്കത്തെടുത്തതായി ധാരാളം. ബർക്കത്തെടുക്കുക ഒന്നെങ്കിൽ മൂത്രം മേപ്പരട്ടെ, അല്ലെങ്കിൽ മൂത്രം കുടിക്കുക. അല്ലെങ്കിൽ വെച്ച് നോക്കിന്നുകൊണ്ട് ബർക്കത്തിട്ടില്ലല്ലോ സുന്നിളവാദപ്രകാരെ. ഇനി കേട്ടോളി അടുത്ത വാചകോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിസർജിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്രവും കാഷ്ടവും ഉടനെ തന്നെ അത് ഭൂമി വിഴുങ്ങുമായിരുന്നു. ഇതൊക്കെ മനസ്സിലായി പൊട്ടപ്പോയത്തോ? ഏത് നബീന്റെ വിസർജ്യം കൊണ്ട് സഹാബത്ത് ബർക്കത്തെടുത്തു. എന്നിട്ട് രണ്ടാമത്തെ വരി പറയുന്നത് നബീന്റെ വിസർജ്യം ഉടനെ ഭൂമി വിഴുങ്ങി. അപ്പൊ ഉടനെ വിഴുങ്ങിയ മൂത്രവും കാഷ്ടവും സഹാബത്തിന് എങ്ങനെ കിട്ടി? അതിൽ നിന്ന് മാന്തി എടുത്തതോ? ഇത് ഭൂമി ഇങ്ങനെ തൊള്ളർന്ന് പൂട്ടുന്നതിന്റെ അടുക്ക് കൈയിട്ടെല്ലാം കൂടി മാന്തി ബാല ഉണ്ടാക്കി ആണോ? നിങ്ങൾ ചിന്തിക്കും. ഇവരെഴുതുന്ന വിവരക്കേടുകളെ നിങ്ങൾ ചിന്തിച്ചു നോക്കി. നബിയുടെ കാഷ്ടവും മൂത്രവും ഭൂമി ഉടനെ തന്നെ മുണുങ്ങും. പിന്നെ എങ്ങനെ ഇവരെ കയ്യിലെത്തി? സ്വഹാബത്തിന്റെ കയ്യിലെത്തി. തീർന്നില്ല, വായിച്ചു കേൾപ്പിച്ചേ. ഇനി ഇതെന്തിനാ പറയുന്നതും കൂടി നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കിയ നന്നാവും. പ്രവാചകന്മാരുടെ മലവും മൂത്രവും രക്തവും ശുദ്ധിയുള്ളതാണെന്നാണ് പണ്ഡിതപക്ഷം. ഏത്? പ്രവാചകന്മാരുടെ കാഷ്ടവും മൂത്രവും പ്രവാചകന്മാരുടെ രക്തവും പരിശുദ്ധമാണെന്നാണ് പണ്ഡിതപക്ഷം. ഏത് പണ്ഡിതൻ? ഇസ്ലാമിന്റെ ആധികാരികമായ ഏത് പണ്ഡിതൻ? കാഷ്ടം നജിസാണെന്നാണ് റസൂലുള്ളാഹി പറഞ്ഞു. നിങ്ങൾ ആലോചിച്ചേക്കും എന്താ പറയുന്നറിയോ? നബീന്റെ കാഷ്ടെടുത്ത് സഹാബത്ത് മേത്ത് വരട്ടി നിസ്കരിച്ചിരുന്നു. അറിയോ? ബർക്കത്തെടുത്തിരുന്നു. ഈ കൗമ് പറയാണ്, ഈ കൗമ് പ്രചരിപ്പിക്കുകയാണ്. തീർന്നില്ല. നിങ്ങൾ ശരിക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. പ്രവാചകന്മാരുടെ മലമൂത്രത്തിന്റെയും രക്തത്തിന്റെയും പരിശുദ്ധിയെക്കുറിച്ച് ഇമാം സുയൂത്തിക്ക് ഒരു പുസ്തകമുണ്ട്. സാധാരണ ഐസ്ക്രീം ഉണ്ട് ആരെങ്കിലും കേകില്? കാഷ്ടവും മൂത്രവും പരിശുദ്ധാണ്. ഉണ്ടോ? ആരെ കെകി ഒഴിവാക്കൽ ഉണ്ടോ? അത് പഠിച്ചെടുക്കില്ല. സഹാബത്ത് നബി കാട്ടിക്കുമ്പോ പിന്നിൽ നിന്നിട്ട് പഠിച്ചെടുത്തു എന്നല്ലേ ഖുറാബികൾ പറയണേ. ഇവര്, അതായത് ലോകത്തൊരു ഹിന്ദുവും ഒരു ക്രിസ്ത്യാനിയും ലോകത്തൊരു മതവിഭാഗവും അവരുടെ നേതാക്കന്മാരെങ്ങനെ നിന്ദിച്ചിട്ടുണ്ടോ? ഇവരെ പോലെ ഒരു ഹിന്ദു സഹോദരൻ പുത്തനത്താണിന്ന് AP മൊയ്ലിയാരോട് ചോദിച്ചു, മൊയ്ലിയാരെ ഞാന് ശ്രീരാമനാരാൻ ഞങ്ങൾക്കായിരിക്കും ഞങ്ങളുടെ ശ്രീരാമന്റെ മാത്തൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറയുന്നല്ലാതെ ശ്രീരാമന്റെ കാഷ്ടവും മൂത്രവും അടിച്ചു മാറ്റി അനുയായികളെന്ന് ഞങ്ങൾ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ക്രിസ്ത്യാനിയുള്ള ലോകത്ത് ജൂതം പോലും ഇല്ല. പ്രവാചകനെ ഏറ്റവും നിന്ദിച്ചവരാണ് പറയുന്നത് കേരളത്തിൽ മുസ്ലിയാക്കന്മാർ എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഒരു ജോസഫ് മറകും ഒരു തസ്ലീനല്ല, അവരൊക്കെ 100 ഇരട്ടി അള്ളാന്റെ പ്രവാചകനെ നിന്ദിച്ച. മാത്രമല്ല ഇതിലൊരു സംഭവം ഉദ്ധരിക്കുന്നു. അവിടെ കേട്ടാ ഞെട്ടും. എന്താണ്? കേട്ടോളി. ഉമ്മു ഐമൻ പറയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രാത്രി മൂത്രിക്കുന്നതിനൊരു തളിക ഉണ്ടായിരുന്നു. ഒരു രാത്രി പ്രവാചകൻ അതിൽ മൂത്രിച്ച് കട്ടിലനടിയിൽ വെച്ചു. ഞാൻ രാത്രി എഴുന്നേറ്റപ്പോൾ എനിക്ക് അമിതമായ ദാഹം തോന്നി. ഞാനതെടുത്തങ്ങ് കുടിച്ചു. അള്ളാഹുവിന്റെ റസൂലിന്റെ മൂത്രം ഞാൻ അങ്ങ് കുടിച്ചു. പ്രഭാതമായപ്പോൾ ഞാൻ പറഞ്ഞു, നബിയേ, ഞാൻ അങ്ങയുടെ മൂത്രം ദാഹത്താൽ കുടിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെയാണോ? ഒരു കാലത്തും നിന്റെ വയറിന് ഒരു അസുഖവും ഉണ്ടാവില്ല.
എന്ന് റസൂലുള്ള പറഞ്ഞു. മൂത്രം കുടിച്ചത് ബർക്കത്താണെന്നും മൂത്രം കുടിച്ചത് രോഗം മാറുമെന്നും അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു എന്ന് വാറോലകൾ റിപ്പോർട്ട് ചെയ്തിട്ട് സ്വന്തം അനുയായികളെ കൊണ്ട് മൂത്രം കുടിപ്പിച്ച നേതാവാണ് അള്ളാഹുവിന്റെ റസൂൽ എന്ന് ഈ പച്ചക്കള്ളം പറഞ്ഞിട്ട് പാവപ്പെട്ട മനുഷ്യരുടെ മുമ്പിൽ അള്ളാഹുവിന്റെ റസൂലിനെ നിന്ദിച്ചവരെ തീർന്നില്ല. മറ്റൊരു റിപ്പോർട്ടിൽ തബറാനി പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെയാ പറഞ്ഞത്, അള്ളാഹു നിന്റെ ശരീരത്തെ നരകത്തിന് നിഷിദ്ധമാക്കി. നബീന്റെ 4 ലിറ്റർ മൂത്രം കുടിച്ചപ്പോ സ്വർഗം കിട്ടി. നിക്കാരം വേണ്ട, നോമ്പ് വേണ്ട, സക്കാത്ത് വേണ്ട. സഹാബികളൊക്കെ ഇങ്ങനെ മൂത്രമൊഴിക്കുമ്പോഴേക്ക് കുടിക്കുക, സ്വർഗം നേടുക, മൂത്രമൊഴിക്കുമ്പോഴേക്ക് കുടിക്കുക, സ്വർഗം നേടുക. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് കിതാബാ. മനുഷ്യരെ, ഇതെന്തിനാ ഇനി ഇവര് പറയണത് അതറിയണ്ടേ? കേട്ടോളൂ, നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു 5-6 കൊല്ലം കഴിഞ്ഞാൽ ബീദിനില്ലാഹി തആല കേരളത്തിൽ അത് ഉണ്ടാവും. അല്ലാഹ് ആയുസ്സും ആരോഗ്യവും കൊടുത്ത് എന്ത് തളികയിലേക്ക് ഇങ്ങോട്ട് വിളമ്പും കാഷ്ടം മൂപ്പരുത്. തളികയിലേക്ക് ഇങ്ങനെ എന്നിട്ട് പറയും, ഇത് തിന്നാൽ സ്വർഗത്തിന്റെ സെന്ററിൽ തന്നെ ചെന്ന് നിൽക്കും, നരകൊരിക്കലും നിങ്ങളെ പറിച്ചിക്കും, പ്ലേറ്റഡ് കടിച്ചുകളും എപ്പിസിഡ്. അങ്ങനത്തെ ഒരു കൗമ് ഇവിടെ വളരാൻ ഉസ്താദിന്റെ കാട്ടം വിഴുങ്ങുന്ന ഒരു കൗമിനെ സൃഷ്ടിക്കാനുള്ള തത്രപ്പാടിലാണ്. നിങ്ങൾ ക്ഷമിക്കണം എന്നോട്. പലയിടത്തും പലതും നടന്നിട്ടുണ്ട്. നിഷേധിച്ച് നമ്മൾ തെളിയിക്കും. എന്തിന് ഈ കൊണ്ടോട്ടിയിൽ GMCയിൽ വന്നില്ലേ ഉസ്താദ്? GMCയിൽ വന്നപ്പോ ആട്ടുകാരും ഭയങ്കര മുത്തല്. GMCക്ക് ഉസ്താദിനെയല്ല. എന്നിട്ട് ഉസ്താദിന്റെ കാല് GMCന്ന് പുറത്തേക്ക് വരുമ്പോഴേ കുറച്ച് ചാടി കാൽമേല്. ഇതാ നമ്മുടെ കൗമ്. ഈ കൗമിനെ എത്തിക്കുന്നത് അങ്ങട്ടാ. ഇത് നിങ്ങൾ ഈ അപജയം നേരിടുന്ന സമുദായം നാണം കെടുകയാണ് ലോകത്തിന് മുമ്പിൽ. ഇവര് കാരണം ലോകത്തിന്റെ മുമ്പിൽ നാണം കെടുകയാണ് മുസ്ലിം ജനത. ഖൈറു ഉമ്മത്ത് കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅമുറുന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ഉത്തമ സമുദായമെന്ന് അല്ലാഹു വിശേഷിപ്പിച്ച വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ ലിതകൂൻ. നോക്കൂ, അല്ലാഹു പറയാണ്, അള്ളാന്റെ റസൂല് നിങ്ങൾക്ക് സാക്ഷിയായ പോലെ ലോകത്തിന് സാക്ഷിയാകേണ്ടവർ നിങ്ങൾ എന്ന് സൂറത്ത് ബഖറയിലെ 143-ലും സൂറത്ത് ആൽ ഇംറാനിലെ 104-110 വചനങ്ങളിലും പറഞ്ഞ ഒരു ഖൈറു ഉമ്മത്ത്, മൂത്രത്തിന്റെയും കാഷ്ടത്തിന്റെയും പിന്നാലെ പോകുന്ന, അത് ശരീരത്തിൽ പെരട്ടുന്ന, അത് തിന്നുന്ന കുടിക്കുന്ന ഒരു കൗമ്. ആലോചിച്ചേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചാൽ ആ വീട്ടിൽ കഴിച്ച എല്ലാവരും അത് ഉപേക്ഷിക്കും. അതുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പരിശോധിച്ചോ? നബിയുടെ കാഷ്ടവും മൂത്രവും ഒക്കെ സാധാരണക്കാരായ ആളുകളുടെ. നേരെ മറിച്ച് നബിയുടെ വേർപ്പതല്ല. മുജാഹിദുകൾ അതിൽ എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടുപിടി അതല്ല. അതുകൂടെ നിങ്ങൾ അടിമറിട്ട് മനസ്സിലാക്കണം. തെറ്റിദ്ധരിക്കരുത്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനി ഈ പുസ്തകം അപാരമായ ഒരു സത്യത്തിലേക്ക് നമ്മൾ നയിക്കുന്നു. ഖുറാബികൾ അംഗീകരിക്കുന്ന മുജാഹിദുകൾ പറയുന്നത് സത്യം. ഈ പുസ്തകം ഇനി പഠിപ്പിക്കുന്നത് കേട്ടിട്ട് ഇന്ന് പുത്തനത്താണെന്ന് പിരിഞ്ഞു പോകുമ്പോ നെഞ്ചകത്തപാരമായ ഒരു പോയിന്റ് എഴുതിയിട്ട് നിങ്ങൾ ഇവിടുന്ന് കടന്നു പോകണം. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, അള്ളാഹുവിന്റെ ദീൻ വിജയിക്കുന്നതിന് ചില തെളിവുകളൊക്കെ ഒരു പുസ്തകത്തിൽ അവശേഷിച്ചു. തിരുശേഷിപ്പുകളും വിമർശകരും ഈ പുസ്തകത്തിൽ ഒരു തലക്കെട്ടാണ്. ആർക്ക് പരിശോധിക്കാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ തിരുശേഷിപ്പുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിനെതിരെ അടുത്ത വാചകം, നേരത്തെ വാചകം പോലെ തന്നെ മുലിയർക്ക് ചിന്തല്ലോ. എന്താണ്? സഹാബികൾ പലരും അത് സൂക്ഷിച്ചു പോന്നതും മരണസമയത്ത് അത് കഫം പുടവയിൽ നിക്ഷേപിക്കാൻ വസിയത്ത് ചെയ്തതും ഹദീസിലുണ്ട്. പിന്നെ എങ്ങനെ ഇത് ലോകത്തെ പലയിടത്തും എത്തി? എന്താ പറഞ്ഞതെന്ന് മനസ്സിലായോ? സഹാബികളുടെ കയ്യിൽ നബിയുടെ ആസാറുകൾ ഉണ്ടായിരുന്നു. അവർ മരിക്കാൻ നേരം അവരുടെ കഫം പുടവയോട് ചേർത്ത് വെച്ച് കബറിൽ കൊണ്ടുവെക്കാൻ സഹാബിമാര് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നു ഇവിടുത്തെ മുസ്ലിമീങ്ങളോട്, സമസ്തക്കാരോട്, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരുടെ കയ്യിലെ മുടി അവരുടെ കയ്യിലാണല്ലോ ആദ്യം കിട്ടിയത്. ഉറപ്പാണല്ലോ, ആണല്ലോ, സമ്മതിച്ചല്ലോ. ലോകത്തെ മ്യൂസിയത്തിലേക്ക് കൊടുത്തേക്കല്ല റസൂൽ എന്ന സ്വഹാബത്തിന്റെ ഇടയിൽ അത് വിതരണം ചെയ്തു. ശരിയല്ലേ? ബുഖാരിയിലുള്ളതല്ലേ? ശരി, സമ്മതിച്ചുകൊണ്ട് ചോദിക്കട്ടെ, അടുത്ത വിശദീകരിക്കേ. എന്ത്? ആ സ്വഹാബികളുടെ കയ്യിൽ കിട്ടിയത് ഒക്കെ അവരുടെ മയ്യത്തിന്റെ കൂടെ കഫൻ ചെയ്തു എന്ന് ഹദീസിൽ പറ. ആ മുടി പിന്നെങ്ങനെ ലോകമനുഷ്യത്തിലെത്തി? ഒന്ന്. രണ്ടാമത്തേത്, ഇതിൽ രണ്ടാമത്തെ തെളിവ്, ശരിക്കും നിങ്ങൾ പഠിക്കുകയും പരിശോധിക്കുകയും ചിന്തിക്കുകയും ചെയ്തില്ലെങ്കിൽ നമ്മുടെ നരകത്തിലെത്തിപ്പോ. നമ്മളെ വഞ്ചിച്ച് ആരാന്റെ മുടിയിട്ട വെള്ളം കൊണ്ട് നമ്മളെ കുടിപ്പിച്ച് മുട്ടിട്ടള്ളം ചാമ്പും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. കേട്ടോളി. എന്തറിയോ? പ്രമുഖനായ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബുഖാരിയിൽ നിന്നാണ് പറയും,
കേട്ടോളി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി നെയ്തി എല്ലാ ബോർഡിലും മിക്ക സ്ഥലത്തും ഈ ഹദീസ് ഇവർ ഉദ്ധരിക്കുന്നുണ്ട്. ഇത് ഉദ്ധരിച്ചത് എന്തിനറിയോ? ഉസ്താദിന്റെ കയ്യിലുള്ള മുടി അതാ തെളിയിക്കാനാ. അതല്ലാന്നാ ഈ ഹദീസ് തെളിയിക്കുന്നത്. കേട്ടോ, പഠിച്ചോ, ചിന്തിച്ചോ. ഉബൈദത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബുഖാരി പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുടി എന്റെ പക്കൽ ഉണ്ടാകൽ ഈ ലോകവും സർവ്വതും എനിക്ക് ലഭിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നതാണ്. എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? എന്താ മനസ്സിലായത്? ഇത് വായിച്ചോടുകൂടി പൊട്ടി വരുന്ന വാദം. അതെന്താ? ഈ സ്വഹാബിയുടെ കയ്യിൽ ഒരു മുടിയുണ്ട്. യുവാക്കളെ, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി, ആകാശഭൂമികളിലെ മുഴുവൻ സ്വത്തും, സ്വർണവും വെള്ളിയും പണവും എന്തൊക്കെ സ്വത്തുണ്ടോ അത് മുഴുവനും ഈ സഹാബിയുടെ മുമ്പിൽ കൊണ്ടുവച്ചു. എന്നിട്ട് അവർ ചോദിക്കുന്നത്, നിനക്ക് ഈ മുടിയാണോ ഇഷ്ടം, ഈ സ്വത്താണോ ഇഷ്ടം? അപ്പൊ ആ സ്വഹാബി പറയും, എനിക്ക് ഈ മുടിയാണ് ഇഷ്ടം, എനിക്ക് മുടി മതി, ഈ സ്വത്ത് വേണ്ട. പറ, ഈ മുടി ലോകത്തിലെ മറ്റെന്ത് സ്വത്തിനേക്കാളും നബിയുടെ ഒരു മുടി ഇഷ്ടപ്പെട്ട ഈ സ്വഹാബി ഈ മുടി ആർക്കെങ്കിലും വിലക്ക് പോലും വെക്കുമോ? പ്രിയപ്പെട്ടവരെ, അതല്ലേ ഹദീസ് കൊണ്ട് കിട്ടുക? പറ വിശ്വാസികളെ, മുഅ്മിനുകളെ, മുസ്ലിങ്ങളെ, ഞാൻ എന്തിന് എല്ലാ ദിവസവും നിങ്ങളോട് തൊള്ളയിടണം? നരകത്തെ ഓർത്തിട്ടാ? കത്തിച്ചൊലിക്കുന്ന നരകം. കല്ല, അങ്ങനെയല്ല. കല്ല, അങ്ങനെയല്ല. നരകം അങ്ങനെയല്ല. ഇന്നഹാ ലദ്ഹാ, തലയോട്ടി ഉരിച്ചു കളയുന്ന തീജ്വാല, ആ തലയോട്ടി ഉരിച്ചു കളയുന്ന നരകത്തു നിന്നുള്ള ഭോജനം. എന്താ അവിടെ പറഞ്ഞത്? ഒരു സ്വഹാബിയുടെ കയ്യിൽ ഒരു മുടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർക്കത്താക്കപ്പെട്ട മുടി. എന്നിട്ട് ആ മുടി ലോകത്തിലെ മുഴുവൻ സ്വത്തും കൊണ്ടുപോയി വെച്ചിട്ട്, ഈ സ്വത്ത് തരാം, ആ മുടി നീ എനിക്ക് തരുമോ എന്ന് ചോദിച്ചാൽ, ഇല്ല ഇല്ല ഇല്ല, എനിക്ക് ഈ മുടിയോ വേണ്ടത്. എങ്കിൽ പറ, ആ മുടി അദ്ദേഹം വിൽക്കുമോ? മ്യൂസിയത്തിലെത്തിക്കുമോ? തലമുറക്ക് പകർന്നു കൊടുക്കുമോ? വിശ്വാസികളെ, പുത്തനത്താണിയിലെ മുഅ്മിനുകളെ, സത്യമറിയാൻ മാത്രം ഞാനിവിടെ സംസാരിച്ചു കഴിഞ്ഞു, ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു, ഞാനിവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. തീർന്നില്ല. ഒരു സംഭവം കൂടി മുസ്ലിയാക്കന്മാരുടെ ഉദ്ധരണി കൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് സത്യമാണ് എന്ന് ഞങ്ങൾ തെളിയിക്കുന്നത്. കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിപ്പിച്ചു കൊടുത്ത ഷർട്ട് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ തബറുക്കിന് വേണ്ടി സൂക്ഷിച്ചു വെച്ചു. തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഷർട്ട് മുആവിയ റളിയല്ലാഹുവിന്റെ കയ്യിൽ ബർക്കത്തിന് വേണ്ടി ഉണ്ടായിരുന്നു. നബിയുടെ ഏതാനും മുടികളും നഖങ്ങളും അപ്രകാരം കരുതി വെച്ച്. എന്നിട്ട് കേട്ടോളൂ, മുസ്ലിയാർ പറയട്ടെ, അതെല്ലാം നബിയുടെ മുടി, നബിയുടെ ഷർട്ട്, നബിയുടെ നഖങ്ങൾ, അതെല്ലാം മരണശേഷം കഫം പുടവയോട് ചേർത്ത് വേണം തന്നെ കബറടക്കേണ്ടതെന്ന് മകനായ യസീദിനോട് വസിയ്യത്ത് ചെയ്യുകയാണുണ്ടായത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി പറ, എ പി സുന്നികളെ, എന്തായി പറഞ്ഞത്? മുആവിയ റളിയല്ലാഹുവിന്റെ കയ്യിൽ കുറെ മുടി ഉണ്ടായിരുന്നു, മുആവിയ റളിയല്ലാഹുവിന്റെ കയ്യിൽ നഖമുണ്ടായിരുന്നു, മുആവിയ റളിയല്ലാഹുവിന്റെ മുമ്പിൽ ഷർട്ട് ഉണ്ടായിരുന്നു. അതെല്ലാം, അതിലൊന്നുപോലും വിട്ടുപോകാതെ മോനെ യസീദേ, എന്റെ കഫം പുടവയിൽ വെച്ചിട്ട് ഈ ബാപ്പാനെ കബറിൽ വെക്കണേ മോനെ എന്ന് മുആവിയ റളിയല്ലാഹു പറഞ്ഞു എന്ന് വക്കം മൗലവിയല്ല, കെ മൗലവിയല്ല, സക്കരിയ സുലാഹിയല്ല, എ പി അബ്ദുൽ ഖാദർ മൗലവിയല്ല, ടി പി അബ്ദുൽ കോയ മദനിയല്ല, ഞങ്ങളെ പോലെയുള്ള പ്രാസംഗികരല്ല, എ പി സുന്നിയുടെ ഒരു മുസ്ലിയാർ പറയാണ്, അതെല്ലാം മുആവിയ റളിയല്ലാഹു മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ കഫം പുടവയോട് ചേർത്ത് അത് കബറിലെത്തി. ഇനി പറ മുസൽമാനെ, ആ മുടി പിന്നെ ലോക മ്യൂസിയത്തിലെത്തുമോ? ആ ഷർട്ട് ലോകത്തിലെ ഏതെങ്കിലും ഒരു മ്യൂസിയത്തിലെത്തുമോ? ആ നഖത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ഏതെങ്കിലും ഒരു മ്യൂസിയത്തിലെത്തുമോ? ബാപ്പാന്റെ കബറടക്കിയതിനു ശേഷം മകൻ ബാപ്പാന്റെ കബറ് മാന്തി ആ മുടിയെടുക്കുമോ? കുറച്ചുകൂടി കേട്ടോ, നിങ്ങളുടെ കിതാബിലില്ലാത്ത കൂടി കേട്ടോ, കെട്ടിപ്പടിച്ചോ. എന്താണ്? അനസ് റളിയല്ലാഹുവിന്റെ കയ്യിൽ ഞാൻ കാണിച്ചു തരാം, കാണിച്ച് പഠിപ്പിച്ചു തരാം ഞാൻ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളി, ആ റോട്ടിലൊക്കെ നിൽക്കുന്നോലെ. അനസ് റളിയല്ലാഹുവിന്റെ കയ്യിൽ ഒരു വടി ഉണ്ടായി, റസൂലുള്ളാഹിന്റെ വടി സല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു പറയണ, ആ വടി എന്റെ ബോഡിയോട് ചേർത്ത് എന്റെ മയ്യത്ത് കഫൻ ചെയ്യണം. അനസ് റളിയല്ലാഹു ആരാ? നബീന അങ്ങേയറ്റം ചേന്ന് പോലും അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ മഹാനായ അനസ് റളിയല്ലാഹു പറയാണ്. കേട്ടോളി, കണ്ടോളി, ഈ മൈക്കിലേക്ക് നോയിക്കോടി. മയ്യത്ത് ഇങ്ങനെയുള്ളൂ, നമ്മൾ പൊതിയ ആ മയ്യത്തിൽ ഇങ്ങനെ വെച്ചിട്ട് എന്റെ വലതു ഭാഗത്ത് ആ മുടി ചേർത്ത് വെച്ചിട്ട് എന്നെ ഇങ്ങനെ കഫൻ ചെയ്തിട്ട് എന്റെ ഈ ബോഡി കബറിൽ വെക്കണേ എന്ന് അനസ് റളിയല്ലാഹു അൻഹു
എങ്കിൽ പറ പ്രിയപ്പെട്ടവരെ, ആ 6 അടി മണ്ണിലെ കബറിൽ വെച്ച ആ മയ്യത്തിൽ വെച്ച വടി ലോക മ്യൂസിയത്തിലെത്തുമോ? ആ വടി ഏതെങ്കിലും ഒരാളെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ, അത് ഖസ്റജിയുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ, ജാലിയൻ വാലയുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ, ഇവിടെ ഇതാ ഈ കാന്തപുരത്തിന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ, ലോകത്ത് ഈമാനുള്ളവർ ആരെങ്കിലും വിശ്വസിക്കുമോ? തീർന്നില്ല. അടുത്തത് കേട്ടോ, മദീനയിലെ ഒരു വലിയ മുനാഫിക്ക് മരിക്കുകയാണ്. മദീനയിലെ ഒരു വലിയ മുനാഫിക്ക് മരിക്കുകയാണ്. ആ മുനാഫിക്ക് മരിച്ചിട്ട് അയാളുടെ മകൻ റസൂലുള്ളാഹിന്റെ അടുത്ത് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, അങ്ങും നിന്റെ ഒരു ചുപ്പക്കുപ്പായം എനിക്ക് തരണം, എന്റെ ബാപ്പാന്റെ ഒരു വസിയത്തുണ്ട്, അങ്ങയുടെ ജുബ്ബക്കുപ്പായത്തിൽ ബാപ്പാന്റെ മയ്യത്ത് വെക്കണമെന്ന് ബാപ്പ ആഗ്രഹിച്ചിട്ടുണ്ട്, അങ്ങുന്ന ആ ജുബ്ബക്കുപ്പായം തരണേ. എന്റെ പ്രിയപ്പെട്ടവരെ, റസൂൽ അങ്ങ് കൊടുക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു എതിർക്കുകയാണ്. എതിർത്തത് കൊടുത്തതിന്റെ പേരിലല്ല, മറിച്ച് ആള് മുനാഫിക്കാണ് മരിച്ചത്, അവന് വേണ്ടി കൊടുത്തതിന്റെ പേരില. എന്നിട്ട് റസൂലുള്ള കൊടുത്തു. ഇനി പറ, ചിന്തയുള്ളവരെ, പുത്തനത്താണിക്കാരെ, ബുദ്ധി മരവിച്ചിട്ടില്ലാത്തവരെ, ഈ മുനാഫിക്കിനോട് ചേർന്ന് ഈ ജുബ്ബ ഖബറിലെത്തിയെങ്കിൽ ഖബർ മാന്തി പണമുണ്ടാക്കുന്ന പുരോഹിതൻ അന്ന് ആരായിരുന്നു എന്ന് നിങ്ങളൊന്ന് പറ. ആ ഷർട്ട് പിന്നെ ലോകത്ത് മ്യൂസിയത്തിലെത്തുമോ? തീർന്നില്ല. അടുത്തത് കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പെണ്ണ്, ഒരു സഹോദരി നല്ലൊരു ഷർട്ട് സ്വന്തം കൈകൊണ്ട് തുന്നി ഉണ്ടാക്കി, എന്നിട്ട് കൊടുത്തു. നബി അതങ്ങ് അണിഞ്ഞു, പ്രവാചക തിരുമേനി അത് അണിഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് അണിഞ്ഞു. ഭയങ്കരമായ സൗന്ദര്യം, സ്വഹാബികളൊക്കെ അന്തിച്ചു നിന്നു. സൗന്ദര്യത്തിന്റെ മൂർത്തിമത് ഭാവമായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ. ആ റസൂൽ ഈ ഷർട്ടും കൂടി ധരിച്ചപ്പോ നല്ലൊരു തിളക്കം. അപ്പൊ ഒരു സ്വഹാബി മുന്നോട്ട് വന്നു. ശ്രദ്ധിക്കണം യുവാക്കളെ, എന്താ സ്നേഹം, എന്തിനാ എന്നൊക്കെ മനസ്സിലായിക്കൊള്ളി. ഒരു സ്വഹാബി മുന്നോട്ട് വന്നിട്ട് നബിയോട് ചോദിച്ചു, നബിയെ ആ ഷർട്ട് എനിക്ക് തരുമോ നബിയെ? അങ്ങക്ക് സൗന്ദര്യം വർദ്ധിപ്പിച്ച ആ ഷർട്ട് എനിക്ക് തരുമോ നബിയെ? റസൂൽ ചോദിച്ചെന്താ, എന്നാ എടുത്തോ. അതാ റസൂൽ അഴിച്ചങ്ങോട്ട് കൊടുത്തു. സഹാബികളെല്ലാം പറഞ്ഞു, ഇത് ശരിയല്ല. എടാ, നിനക്കറിയാലോ അള്ളാന്റെ റസൂൽ എന്ത് ചോദിച്ചാലും ഇങ്ങനെയുള്ളത് തരുന്നു, നീ അത് ചോദിച്ചത് ശരിയായില്ല. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, യുവാക്കളെ, ആ സ്വഹാബി പറയാണ്, നിങ്ങൾ എന്നെ കുറിച്ച് എന്താ കരുതിയത്? ഞാനൊരു ലോക്കലാണെന്നാണോ? അള്ളാഹുവിന്റെ റസൂലിന്റെ ആ ഷർട്ടിൽ എന്റെ മയ്യത്ത് കഫൻ കൂടെ കഫൻ ചെയ്യണമെന്നാ ഞാൻ വിചാരിക്കുന്നത്. ഇനി പറ പ്രിയപ്പെട്ടവരെ, ആ ഷർട്ട് ലോകത്തിലെ ഏതെങ്കിലും ഒരു മ്യൂസിയത്തിലെത്തുമോ? പിന്നെ എങ്ങനെ ജാലിയൻ വാലിന്റെ കയ്യിൽ കെട്ടുകണക്കിന് മുടി, ഖസ്റജിയുടെ കയ്യിൽ കെട്ടുകണക്കിന് മുടി? ഖസ്റജി നിഷേധിച്ചു. ഈ കെ സുന്നികൾ അത് പറയുന്നു. എത്രത്തോളം അറിയോ? ഈ കെ സുന്നികൾ സ്പെഷ്യലായിട്ട് ഇതിനെ എതിർത്തെഴുതിയപ്പോ സുപ്രഭാതം വിമോചന യാത്രാ സ്പെഷ്യലിൽ അവര് പറയാണ്, ഈ മുടി ഇത്ര നീളമുള്ള മുടിയാ നബീന്റെ തെളിയിക്കാൻ AP സുന്നികൾ ഒരു വലിയ ബടായി വരെ പറഞ്ഞു. എന്താ ബടായി എന്നറിയോ? 6 കൊല്ലായിട്ട് നബി മുടി വെട്ടാറുണ്ടായിരുന്നില്ല. ഇതിലുള്ളതാണ് 6 വർഷം വരെ അള്ളാന്റെ റസൂല് മുടി വെട്ടാറുണ്ടായിരുന്നില്ല. അള്ളാന്റെ റസൂലിന്റെ ബിസിനസിന് വേണ്ടി ഇയാൾ ഉപയോഗിച്ച പോലെ ലോകത്ത് ഒരു സമൂഹം ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് മനസ്സിലാക്ക്. നിങ്ങൾക്കറിയാലോ, ഈ കെ സുന്നികൾ മംഗലാപുരത്തുനിന്ന് കാന്തപുരം ഒരു സ്റ്റേജ് വിടുമ്പോ ഈ കെ സുന്നികളെത്തും. എന്നിട്ട് അവര് പറയും, പോയത് കള്ളനാ ശ്രദ്ധിക്കണം, അപകടകാരിയാ ശ്രദ്ധിക്കണം, വഞ്ചകനാ ശ്രദ്ധിക്കണം, ആളുകളെ പറ്റിക്കുന്നവനാ ശ്രദ്ധിക്കണം. ഇങ്ങനൊരു ദുര്യോഗം ലോകത്ത് ഏതെങ്കിലും ഒരു കേരള യാത്ര നടത്തിയ മനുഷ്യർക്കുണ്ടായിട്ടുണ്ടോ? കാസർഗോഡ് വിടുമ്പോഴേക്ക് അവർ കാസർഗോഡ് എത്തി. ഏതുപോലെ കുട്ടികൾ ഇങ്ങനെ വൃത്തികേടാക്കും, ഉമ്മമാരിങ്ങനെ അടിക്കും. അതുപോലെ AP സുന്നികൾ ഇങ്ങനെ വൃത്തികേടാക്കും. ഈ കെ സുന്നികൾ ഇങ്ങനെ അടിച്ചിട്ട് തിരുവനന്തപുരം വരെ ഷർറ് വിതരണം ചെയ്തവർക്കെതിരെ ഈ കെ സുന്നികളെ, നിങ്ങളുടെ പോരാട്ടത്തിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. പക്ഷേ നിങ്ങളും കാസമിയും വിറ്റ ആ മുടിയിട്ട വെള്ളത്തിന്റെ സനതും കൂടി ലോകത്തിന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ദർഗകളിലും മഖ്ബറകളിലും നിങ്ങൾ കാണിക്കുന്ന പേക്കൂത്തുകളെ കുറിച്ച് നിങ്ങൾ ഗൗരവമായി വിലയിരുത്തുകയും ചെയ്യണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം ഇവിടെ വലിയൊരു ദുരാരോപണം മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ആ ആരോപണം ഉന്നയിക്കുന്നവർ ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞുപോയ മടവൂരികളാണ്. 2, ഇവിടുത്തെ സമസ്തക്കാരാണ്. ഞങ്ങൾ ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നവരാണ്. തോന്നിയാസമാണ്. ഒരു ജിന്നിനോട് പ്രാർത്ഥിക്കുന്ന ഒരാളെ ഹാജരാക്കാൻ കഴിയില്ല. ഞാൻ നിങ്ങളോട് പറയാം, സാധാരണ താടി വെക്കണേ എന്ന് പ്രസംഗം കേട്ട് താടി വെച്ച ഒരുപാട് ആളുകളെ കാണാം. നരയാണിയുടെ മേലെ തുണി ഉടുക്കണേ
എന്ന പ്രസംഗം കേട്ട് നിര്യാണിയുടെ മേലെ തുണി ഉടുത്തവരെ കാണാം. സ്ത്രീധനം വാങ്ങരുതേ എന്ന് പറഞ്ഞാൽ അത് കേട്ട് സ്ത്രീധനം വാങ്ങാത്ത യുവാക്കളെ കാണാം. ജിന്നിനോട് തേടണേ എന്ന് മുജാഹിദ് പണ്ഡിതന്മാര് പറഞ്ഞിട്ട് ജിന്നിനോട് തേടുന്ന ഒരാളെ കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ പറ്റുമോ? എന്തിനീ നുണ? കേരളത്തിൽ എന്തിനായി നുണ? ഒരാളെ ഹാജരാക്കാൻ പറ്റുമോ? AP സുന്നികള് അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞപ്പോ അവര് നിഷേധിച്ചു. നമ്മൾ ക്ലിപ്പിംഗ് ഇട്ട് കാണിച്ചു കൊടുത്തു അല്ലേ? ഒരു തങ്ങളുടെ പ്രാർത്ഥന റസൂലുള്ളാഹിനോട് അള്ളാന്റെ റസൂലിനോട് നടത്തിയെങ്കിൽ കേട്ടിട്ടില്ലേ? ഇതുപോലെ ഒരു ക്ലിപ്പിംഗ് മുജാഹിദുകളുടെ നേരങ്ങളുടെ അള്ളാഹ് നൽകിയ ഒരു വലിയ എനർജി എന്ത് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്? ഞാൻ വളരെ ആത്മഹത്യ പഠിച്ചോൻ തന്ന എനർജി നിങ്ങൾ എന്തിനാ ഒരാളാകണം? ഈ ലോകത്തെ ഇന്നാള് കള്ളുടിയനാന്ന് പറഞ്ഞാൽ അവനെ ടെസ്റ്റ് എടുത്തിട്ട് ഡോക്ടർമാര് പറയാൻ ഓന്റെ ലൈഫിൽ കള്ളോന്റെ തൊള്ളെ തൊട്ടിട്ടില്ല. അപ്പൊ പിന്നെ കള്ളുകുടിയനാണോ എന്ന് പറഞ്ഞാൽ ആരോപിച്ചോനല്ലേ തെറ്റിയാരൻ? ജിന്നിനോട് നേടുന്ന ഒരു മൗലവിനാണ്, ജിന്നിനോട് നേടുന്നത്. ഇനി ജീവിച്ചിരിക്കുന്നവരെ പറ്റിയാണല്ലോ ആരോപണം, ചില മൗലവിമാരെ പറ്റിയാണല്ലോ ആരോപണം. അവർ ഫോൺ എടുത്ത് വിളിച്ചിട്ട് ചോദിക്കുക, നിങ്ങൾ ജിന്നിനോട് തേടാം, പ്രാർത്ഥിക്കാം. അപ്പൊ നിങ്ങളുടെ മടവൂരികൾ എത്തുന്ന ആ ഒരു ഇത് കണ്ടോ? പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം. ആ തലക്കെട്ടെന്നെ സ്വീകരിച്ചെന്തിനറിയും? നമ്മൾ ജിന്നിനോട് തേടുന്നവരാണെന്ന് വരുത്തി തീർക്കാനാ. ഇനി നിങ്ങൾ ആലോചിച്ചോ, മുജാഹിദ് പ്രസ്ഥാനം എറണാകുളത്ത് തൗഹീദിലേക്ക് സുന്നത്തിലേക്ക് എന്നൊരു സമ്മേളനം നടത്തി. അന്നും മടവൂരികൾ ജിന്നും സീറയിട്ട് വന്നു. അത് കഴിഞ്ഞ് തടമ്പാട്ടതായ ഒരു മഹാ സമ്മേളനം, ഏത് സാൽവേഷൻ ഇന്റർനാഷണൽ ഓൺ ഇസ്ലാമിക് എക്സിബിഷൻ എന്ന മഹത്തായ ദൈവത്തിന്റെ മഹാസംരംഭം, മാനവ ചരിത്രത്തിലെ ആധുനിക മുസ്ലിം സംഘടനകളിൽ തുല്യതയില്ലാത്ത ഒരു സംരംഭം. അതിനെ ഇമിറ്റേറ്റ് ചെയ്ത് UAE-യുടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് വരെ അത് ഏറ്റെടുക്കുന്നിടത്തേക്ക് ഒരു മഹാ സാൽവേഷൻ. അന്നും ആ കൗണ്ടറുകളിൽ, ആ പരിസരങ്ങളിൽ ജിന്നും സീറുമായി ഇവർ ഊരു ചുറ്റുകയുണ്ടായി. അത് കഴിഞ്ഞ് ചങ്ങരംകുളത്തിന്റെ ഹൈവേകളിൽ മുജാഹിദ് പ്രസ്ഥാനം ഒരു മഹാസമ്മേളനം, മാനവ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഐതിഹാസികമായ ഒരു സമ്മേളനം സംഘടിപ്പിച്ചു. അന്നും ഇവർ ജിന്നും സീറുമായി വന്നു. അത് കഴിഞ്ഞ് എറണാകുളത്ത് മഹത്തായ ഒരു സാൽവേഷൻ വെച്ചു. അന്നും ഇവർക്ക് വിഷയം ജിന്നും സീറുമായിരുന്നു. മുജാഹിദീൻ നന്മയിലേക്ക് തിന്മക്കെതിരെ എന്ന വിപുലമായ ക്യാമ്പയിൻ വെച്ചു. അന്നും ഇവർ ജിന്നും സീറുമായി വന്നു. അത് കഴിഞ്ഞ് മതം ഗുണകാംക്ഷയാണ് എന്ന ക്യാമ്പയിൻ മുജാഹിദുകൾ സംഘടിപ്പിച്ചു. അന്നും മടവൂരികൾ ജിന്നും സീറുമായി വന്നു. അത് കഴിഞ്ഞ് MSM ചരിത്രപരമായ പ്രോഫ്കോണുകൾ സംഘടിപ്പിച്ചു. അന്നും ഇവർ വന്നു ഈ ജിന്നും സീറുമായി. അത് കഴിഞ്ഞ് രണ്ടത്താണിയിൽ സയ്യിദ് മൗലവി രണ്ടത്താണിയുടെ അദ്ദേഹത്തിന്റെ പ്രബോധന ചരിത്രമിറങ്ങുന്ന രണ്ടത്താണിയുടെ മണ്ണിൽ നാം ഒരു സമ്മേളനം വെച്ചു. അന്നും ഇവർ വന്നു ജിന്നും സീറുമായി. അത് കഴിഞ്ഞ് ലൈറ്റ് എക്സിബിഷൻ എന്ന കേരളത്തിന്റെ മണ്ണിനെ പാകപ്പെടുത്തിയ മഹാചലനത്തെ അമുസ്ലിങ്ങൾ നെഞ്ചകത്തേറ്റിയ മന്ത്രി പുങ്കവന്മാർ, MLA-മാർ, സാഹിത്യകാരന്മാർ നെഞ്ചിലേറ്റിയ ആ മഹാസമ്മേളനം നടന്നപ്പോഴും അന്നും ഇവർ വന്നു ജിന്നും സീറുമായി. അത് കഴിഞ്ഞിതാ നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ടെന്ന മാസ്മരിക സമ്മേളനത്തിന്റെ പടിവാതിക്കലെത്തിയപ്പോഴും നിങ്ങൾക്ക് ജിന്നും സീറും. എന്ത് സംഭവിച്ചു നിങ്ങൾക്ക്? അലൈസ മിൻകുർ റജുലുർ റശീദ്, വിവേകമുള്ള ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലില്ലേ? നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ഇതുമായി ഉരുചുറ്റിയ നിങ്ങൾക്ക് എന്ത് നേട്ടമുണ്ടായി മാനവ ചരിത്രത്തിൽ? നിങ്ങൾ ആരോപിക്കുന്ന ആരോപണം ഇല്ല. ഒരൊറ്റ മുജാഹിദും ഒന്നുകൂടെ നിങ്ങൾ ഓർക്കണം, മുശ്രിക്കല്ലാത്തൊരുത്തനെ മുശ്രിക്കാക്കിയാൽ നിങ്ങളാണ് മുശ്രിക്കാവുക, നിങ്ങളിലേക്ക് അത് മടങ്ങും എന്ന് റസൂലുള്ളാഹിന്റെ വാക്ക്. മറക്കരുത്. അതുകൊണ്ട് അറിയുക, ഈ ദുരാരോപണത്തിന് ഒരു കഴമ്പുമില്ല. ഇതൊക്കെ വെറുതെയുള്ള ആരോപണമാണ്. മുജാഹിദ് പ്രസ്ഥാനം അന്നും ഇന്നും ജിന്നിനോട് തേടാൻ പാടില്ല. കൽമലായികതി വൽ ജിന്നി വൽ അംബിയാഇ വശയാതീൻ. തഫ്സീർ ഖുർതുബി, ഇൻ തദഊഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മുസ്തജാബു ലക്കും എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ ഖുർആനിലെ 35-ലെ 14 വിശദീകരിച്ചപ്പോൾ മുജാഹിദുകളാണ് ആദ്യമായി കൽമലായികതി വൽ ജിന്നി വൽ അംബിയാഇ വശയാതീൻ ഈ നോട്ട് മറുഭാഗത്തുള്ള കരിമ്പിലാക്കലിലും അലിക്കും നൽകിയത് ഇതിന്റെ നേതൃത്വമാണ്. അതെ എന്ന് ഞങ്ങളുടെ നേരെ ശിർക്കാരോപിക്കുകയാണ്, കുഫ്റാരോപിക്കുകയാണ്. എന്നാൽ ഹദീസ് നിഷേധത്തിന്റെ നീണ്ട പരമ്പരകളുമായി
കുഫറിലേക്കുള്ള യാത്രയിൽ നിങ്ങൾ ഒരുങ്ങി പുറപ്പെട്ടപ്പോഴും ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു, അരുത് ചെറുപ്പക്കാരെ, റസൂലിനെ ധിക്കരിക്കരുത്, അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് മോശമായി പറയരുത്, അള്ളാഹുവിന്റെ റസൂലിന്റെ വചനങ്ങളെ നിങ്ങൾ ഒരു കാരണവശാലും ധിക്കരിക്കരുത് എന്ന് പറഞ്ഞു. ഞാനിവിടെ വളരെ പ്രധാനമായി ഒരു കാര്യം പറയാം. കേരളക്കരയിൽ മുജാഹിദുകൾക്ക് കൃത്യമായി തൗഹീദ് പറയാൻ അവസരങ്ങളില്ലാതെ പോവുകയും സ്റ്റേജ് കയ്യേറപ്പെടുകയും മുജാഹിദുകളുടെ സ്റ്റേജ് കൂക്കുവിളികൾ നടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ കാന്തപുരത്തിനോടും അതുപോലെയുള്ള ആളുകളോടും മുജാഹിദുകൾക്ക് ദഅവത്തിനുള്ള അവസരം നിങ്ങൾ നൽകുമെങ്കിൽ, ഞങ്ങളുടെ സ്റ്റേജ് കയ്യേറാത്ത, കൂക്കുവിളിക്കാത്ത, ബഹിഷ്കരണമില്ലാത്ത ഞങ്ങളുടെ പ്രസംഗം ആർക്കും കേൾക്കാം എന്നൊരവസ്ഥാവിശേഷമുണ്ടായാൽ തീർച്ചയായും നിങ്ങൾ അറിയുക, വിപ്ലവമുണ്ടാകും. ആശയം കൊണ്ടാണ് നേരിടേണ്ടത് എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തിരുവനന്തപുരത്തെ ചന്ദ്രശേഖര സ്റ്റേഡിയത്തിൽ കാന്തപുരത്തിരുത്തിക്കൊണ്ട് പറഞ്ഞ, ആയുധം കൊണ്ടല്ല, കല്ലുകൊണ്ടല്ല, കൂക്കുവിളി കൊണ്ടല്ല, പുത്തനങ്ങാടി തുടങ്ങി അങ്ങ് നന്ദി മുതൽ എങ്ങോട്ട് പേരാമ്പ്ര മുതൽ ഈ മാനവിക ഉണർത്തുന്ന ദിവസം പോലും മുജാഹിദുകളുടെ സ്റ്റേജ് കയ്യേറിയവർ, കൂക്കുവിളിച്ചവർ, കരിങ്കല്ലെറിഞ്ഞവർ, അവരെ തല്ലിയവർ, അവരെ മാറത്തടിച്ചവർ, അവരെ വടികൊണ്ടടിച്ചവർ, അവരുടെ 250 കസാര തീയിട്ട് ചുട്ടവർ, അവരുടെ സ്റ്റേജ് കയ്യേറിയവർ, അവരുടെ പ്രോഗ്രാം ഒഴിവാക്കിയവർ, അവരോട് ആശയം കൊണ്ടാണ് നേരിടേണ്ടത് എന്ന മുഖ്യമന്ത്രി നിങ്ങളുടെ സമ്മേളനത്തിൽ പറഞ്ഞ വാക്കുകളെ മുഖവിലക്കെടുക്കാൻ നിങ്ങൾക്ക് സന്മനസ്സുണ്ടോ എന്നാണ് ചോദ്യം. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന്റെ ആ പ്രസക്ത ഭാഗം ഒടുവിൽ നിങ്ങൾ ഒന്ന് കേൾക്കുക. ജനാധിപത്യത്തിന്റെ മുഖമുദ്ര ആശയ പ്രചരണത്തിനുള്ള അവകാശമാണ്. ആശയങ്ങൾ കൊണ്ട് നേരിടുക. ജനാധിപത്യത്തിന്റെ മുഖമുദ്ര ആശയ പ്രചരണത്തിനുള്ള അവകാശമാണ്. ആശയങ്ങൾ കൊണ്ട് നേരിടുക. ജനാധിപത്യത്തിന്റെ മുഖമുദ്രയാണ് ആശയം കൊണ്ട് നേരിടുക. കാന്തപുരത്തെ ഇരുത്തിക്കൊണ്ടാ പറഞ്ഞത്. പിന്നെയും കുറെ കാര്യങ്ങൾ അദ്ദേഹം അത് വിശദീകരിച്ചു. ആയുധങ്ങളില്ല, വടികളല്ല, ഓരോരുത്തരുടെ ആദർശങ്ങൾ. ഞാൻ പറയുകയാണ്, ഇവിടെ പരിസരങ്ങളിൽ എവിടെയാകട്ടെ, കേരളത്തിലെങ്ങാനും ഇനിയുള്ള 5 കൊല്ലം മുജാഹിദുകളുടെ സ്റ്റേജ് കയ്യേറൂല എന്ന് ഈ വാക്കിനനുസരിച്ചെങ്ങാനും കാന്തപുരം തീരുമാനിച്ചാൽ, അറബിക്കടലിന്റെ ആഴങ്ങളിലേക്ക് മലവെള്ളപ്പാച്ചിൽ ഒലിച്ചു പോകുന്ന പോലെ സമസ്ത കൂടാരം ഞങ്ങളുടെ നാവിന്റെ മുമ്പിലും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഖുർആനും സുന്നത്തിന്റെ മുമ്പിലും ഒലിച്ചിറങ്ങി നിങ്ങൾ പോകുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളുടെ സ്റ്റേജ് കയ്യേറി. അതുകൊണ്ട് ഈ നാട്ടിലെ യുവാക്കളോട് ഞാൻ വളരെ നിങ്ങൾക്ക് കൃത്യമായി ഹൃദയത്തെ തട്ടുന്ന അനവധി പോയിന്റുകൾ, ഖുർആനിക വചനങ്ങൾ എല്ലാം ഞാൻ ഉദ്ധരിച്ചു, നിങ്ങൾ വിശദീകരിച്ചു, ഹദീസുകൾ ഉദ്ധരിച്ചു. അനാവശ്യമായ ചോദ്യങ്ങളിൽ ഉയരുന്നവരാണ് ഇന്നത്തെ മുസ്ലിങ്ങൾ. ഞാനിവിടെ മുജാഹിദുകളിലും മടവൂരികളിലും സമസ്തകളിലും ഒക്കെ പെട്ടവരോട് റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ആവശ്യമില്ലാത്ത പല ചോദ്യങ്ങളും ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തോട്ടിലേക്ക് പോകുമ്പോൾ ജിന്നിനോട് തേടാമോ, അങ്ങോട്ട് പറക്കുമ്പോൾ ജിന്നിനോട് തേടാമോ, 2 വീലറിൽ കയറിയ ജിന്നിനോട് തേടാമോ? ഇതൊക്കെ അള്ളാന്റെ റസൂല് വിലക്കിയ ചോദ്യങ്ങളാണ്. റസൂൽ എന്ന് പറഞ്ഞത്, ദഅൗനി മാ തറക്തുകും മിന്നമാ അഹ്ലക മൻ കാന ഖബലകും കസ്റത്തു സുവാലിഹിം വഖ്തിലാഫു മൻ അംബിയാഇഹിം വഇദാ നഹൈതുകും മൻ ഷൈഇൻ ഫജ്തനിബൂഹു വഇദാ അമർതുകും ബിഅംരിൻ ഫൗതു ബിഹി മസ്തതഅതും. ഈ ഹദീസ് നെഞ്ചകത്തെറ്റിക്കൊളി. അനാവശ്യമായ അള്ളാന്റെ റസൂൽ പറയാണ്, ദഅൗനി മാ തറക്തുകും, ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചതായ കാര്യങ്ങളെ കൊണ്ട് നിങ്ങൾ ഉപേക്ഷിക്കുക. ഏതെങ്കിലും ഒരു സഹാബി ജിന്നിനോട് തേടാമോ എന്ന്, ജിന്നിനെ അവിടുന്ന് വിളിക്കാമോ എന്ന് ജിന്നിനെതിരെ റസൂൽ ആയത്തോതി പഠിപ്പിച്ചപ്പോഴും സഹാബികൾ അധികരിച്ച ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല. ജിന്നിനോട് തേടാൻ പാടില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല, സായം തേടാൻ പാടില്ല എന്ന് കൃത്യമായി പഠിച്ചവരാണ് സഹാബികൾ. അവരധികരിച്ച ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല. മേശ വലിച്ചാ കുടുങ്ങോ, തേങ്ങ വീണാ കുടുങ്ങോ എന്നൊന്നും അവരാരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആർക്കെങ്കിലും അബദ്ധം പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവർ തിരുത്തിയ മാതൃകയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മാതൃക. ഇവിടെ എനിക്ക് നിങ്ങളോട്, പരലോകത്തെ ഓർക്കുന്ന സ്വർഗത്തെ പ്രതീക്ഷിക്കുന്നവരോട്, ദഅൗനി മാ തറക്തുകും മിന്നമാ അഹ്ലക മൻ കാന ഖബലകും കസ്റത്തു സുവാലിഹിം. ഇതാ നിങ്ങൾ ഞാൻ ഉപേക്ഷിച്ച കാര്യത്തെ നിങ്ങൾ എന്നെ ഉപേക്ഷിക്കണം. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കരുത്.
പഠിപ്പിച്ചിടത്ത് നിങ്ങൾ നീക്കണം. കാരണം ഒരു സമൂഹം മുമ്പ് നശിച്ചു പോയിട്ടുണ്ട്, മൂസാ നബിയുടെ ഖൗമ്. അതുപോലുള്ള സമൂഹങ്ങൾ എന്താണ് അവർക്ക് സംഭവിച്ചത്? കസ്റത്ത് സുവാൽ, ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ, അധികരിച്ച ചോദ്യങ്ങൾ. കബറാളിയുടെ കാഴ്ച കൂടുതലല്ലേ, അതുകൊണ്ട് കബറാളിയോട് ചോദിച്ചൂടെ എന്നൊക്കെ തുടങ്ങി സമസ്തക്കാരും മടവൂരികളും ഒക്കെ ഉന്നയിക്കുന്ന അനാവശ്യമായ ചോദ്യങ്ങളില്ലേ? കസ്റത്ത് സുവാലിഹിം വഖ്തിലാബുഹും അൻ അംബിയാഇഹിം, അംബിയാക്കളുടെ പേരിലുള്ള ഭിന്നതയും. അതുകൊണ്ട് വൈദാ നഹൈതുകും മൻ ശൈഇൻ ഫജ്തനിബൂഹു വൈദാ അമർതുകും ബിഅംരിൻ ഫൗതു ബിഹി മസ്തതഅതും. ഞാൻ നിങ്ങളോട് എന്തു കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കുക, ഞാൻ നിങ്ങൾക്ക് എന്ത് വിലക്കിയോ അത് നിങ്ങൾ ഉപേക്ഷിക്കുക. ഈ പ്രദേശത്തെ ജനങ്ങളോട് ഞാൻ എന്റെ പ്രസംഗം ഇങ്ങനെ സമാപിപ്പിച്ചു കൊള്ളട്ടെ. സഹോദര, ഒരൊറ്റ മുസ്ലിമും മദ്യപാനിയായി നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകരുത്. സഹോദര, ഒരൊറ്റ മുസ്ലിമും സ്ത്രീധനം വാങ്ങുന്നവരായി നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകരുത്. സഹോദര, ഒരൊറ്റ മുസ്ലിമും നമ്മുടെ കൂട്ടത്തിൽ പലിശയുമായി ബന്ധപ്പെടുന്നവരുണ്ടാകരുത്. സഹോദര, ആരാന്റെ ഹക്ക് തിന്നുന്നവർ ഈ മുസ്ലിം സമുദായത്തിൽ ഉണ്ടാകരുത്. യുവാക്കളെ, നരിയാണിയുടേതായ ഡ്രസ് ഇറക്കി അള്ളാഹുവിന്റെ റസൂല് വിലക്കിയ, നാളെ പടച്ചതമ്പുരാന്റെ തിരുനോട്ടത്തിന് വിധേയരാകാത്ത നിഷേധികളുടെ കൂട്ടത്തിൽ നാം പെട്ടുപോകരുത്. മീശ വെട്ടിയൊതുക്കി താടി നീട്ടി സമൃദ്ധമായ പ്രവാചക സുന്നത്തിന്റെ ആളുകളായി നമ്മൾ ജീവിക്കാൻ ശ്രമിക്കണം. സംഗീതമരങ്ങ് തകർക്കുന്ന നമ്മുടെ വീടുകൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞ മയ്യസ്തരി ലഹുൽ ഹദീസ്, വിനോദ വാർത്തകളെ വിലക്ക് വാങ്ങി ചാനലുകളുടെ, സംഗീതങ്ങളുടെ, ആഭാസങ്ങളുടെ, ഐഡിയ സ്റ്റാർ സിംഗറിന്റെ പിന്നാലെ പോയി യൗവനം പാഴായി പോയ യുവാക്കളെ, യുവതികളെ, ഏതെങ്കിലും ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ ഈ പ്രഭാഷണം കേൾക്കുന്നവരും നാളെ കേൾക്കേണ്ടി വരുന്നവരുമായ യുവസമൂഹത്തോട് അള്ള തീർത്ത ഒരു മഹാജീവിതം നാളെ പടച്ചവന്റെ മുമ്പിൽ ചെന്ന് നിന്റെ യൗവനം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ചോദിച്ചാൽ, അല്ലാഹുവേ എന്റെ കണ്ണ് ഹറാമ കണ്ടു, അല്ലാഹുവേ എന്റെ കാത് ഹറാമ കേട്ടു, അല്ലാഹുവേ എന്റെ ഹൃദയം ഹറാമ ചിന്തിച്ചു, അല്ലാഹുവേ എന്റെ കൈകൾ ഹറാമ പിടിച്ചു, എന്റെ കാലുകൾ ഹറാമിലേക്ക് നടന്നു. പുത്തനത്താണിയിലെ ഒരൊറ്റ സമസ്തക്കാരനും ഒരൊറ്റ NDF-കാരനും ഒരൊറ്റ തബ്ലീഗുകാരനും ഒരൊറ്റ ജമാഅത്തെ ഇസ്ലാമിക്കാരനും ഒരൊറ്റ മുജാഹിദുകളും നാളെ പരലോകത്ത് നിന്നിരാകരുത് എന്നാഗ്രഹിച്ചാൽ ആ ആഗ്രഹത്തിന് പ്രാർത്ഥന ചൊല്ലി തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാണ് ഈ വാക്കളെ നിങ്ങൾ. അതുകൊണ്ട് അറിയുക, നന്നാവുക, തീരുമാനിക്കുക. ഞാനിനി മദ്യപിക്കില്ല, ഞാനിനി പുകവലിക്കില്ല, ഞാനിനി സിനിമ കാണില്ല, ഞാനിനി ഹറാമിൽ വ്യാപിക്കില്ല. ഞാൻ എന്റെ സമ്പാദ്യം അത് ഏറ്റവും ഹലാലായ മാർഗത്തിലാവും. എന്റെ ബാധ്യതകൾ, ഇടപാടുകൾ, അതിനെക്കുറിച്ച് ബോധമുള്ള ഒരാള് ഞാനാകും. ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നവനാകും. ഞാൻ റസൂലുള്ളാഹിന്റെ സുന്നത്ത് അനുസരിക്കുന്നവനാകും. എന്റെ ഭാര്യയുടെ മോഡേൺ വസ്ത്രം അത് മാറ്റിയിട്ട് ഞാൻ അവിടെ ഇസ്ലാമിക വസ്ത്രം ധരിക്കും. എന്റെ മകൾ ടൈറ്റുള്ള ജീൻസ് എടുത്ത് അങ്ങാടി പിള്ളേരുടെ കണ്ണുകൾക്ക് കൊത്തിവലിക്കുന്ന കാമാസക്തിയുടെ ആ കഴുകക്കണ്ണന്മാർക്ക് കൊത്തിക്കൊടുക്കുന്ന ഒരു മകൾ എന്റേതാകരുത്. അന്യപുരുഷന്റെ കൂടെ ഓടിപ്പോകുന്ന പെൺകുട്ടി എന്റെ മോളാകരുത്. അന്യ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവരുന്ന മകൻ എന്റെ മോനാകരുത്. എന്റെ മകൻ നമസ്കരിക്കുന്നവനാകണം, എന്റെ മകൻ നോമ്പ് നോൽക്കുന്നവനാകണം, എന്റെ മകൻ ദീനനുസരിക്കുന്നവനാകണം, എന്റെ മകൻ ഖുർആൻ അറിയുന്നവനാകണം, എന്റെ മകൻ സുന്നത്ത് അറിയുന്നവനാകണം, എന്റെ മകൻ സഹാബികൾ അറിയുന്നവനാകണം, എന്റെ മകൻ ചരിത്രം അറിയുന്നവനാകണം, എന്റെ മകൻ ലോകത്തിന് മാതൃകയാകണം എന്ന് തീരുമാനിക്കാൻ ഈ മഹാസമ്മേളനം ഉതകുമെങ്കിൽ അല്ലാഹുവേ ഞാൻ കൃതാർത്ഥനാണ്. അല്ലാഹുവേ പ്രതിഫലം തരണേ നാഥ. അല്ലാഹുവേ ആരോഗ്യം പ്രദാനം ചെയ്യണേ നാഥ. അല്ലാഹുവേ നിന്റെ ദീന പ്രബോധനം ചെയ്യുന്ന ആരാവട്ടെ അവരെ നീ സപ്പോർട്ട് ചെയ്യണേ അല്ലാഹുവേ. അല്ലാഹുവേ നിന്റെ ദീനിനെ കശക്കിയെറിയുന്ന പൗരോഹിത്യത്തിന്റെ കരാളാസ്ത്രങ്ങളിൽ നിന്ന് ഈ പാവപ്പെട്ട മനുഷ്യരെ രക്ഷിക്കാൻ എളിയ ശരീരമുള്ള ഞങ്ങളെപ്പോലത്തോൾക്ക് തൗഫീക്ക് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ആരോടും വിരോധം ഹൃദയത്തിലില്ല, നിനക്കറിയാം. പക്ഷേ ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു അല്ലാ, ആളുകൾ പരിഹസിക്കുന്നു അല്ലാ, ആളുകൾ കല്ലെറിയുന്നു അല്ലാ, ആളുകൾ കൂക്കുപിടിക്കുന്നു അല്ലാ. രാത്രി 2 മണിക്ക് പോലും ഉറങ്ങാൻ അനുവദിക്കാതെ ഫോൺ വിളിച്ച് തെറി പറയുന്നു അല്ലാ. അല്ലാഹുവേ നീ ഇതറിയുന്നു, നീ ഇത് കാണുന്നു. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നന്മ ചെയ്യണമേ. അല്ലാഹുവേ ഈ നാട്ടിലെ മനുഷ്യർക്ക് ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീക്ക് ചെയ്യണേ. നാളെ മഹ്ശറയിൽ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തനം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖുർആനിന്റെ സുന്നത്തിന്റെ യഥാർത്ഥമായ നവോത്ഥാന ചരിത്രം
അതാണ് ഈ ഡിസംബറിൽ വരുന്ന സമ്മേളനം. അത് ചരിത്രത്തിന്റെ ഭാഗമാകണം. ഒരു ഗ്രാമവും ഒരു പട്ടണവും ഒരു പ്രദേശവും ഒരു മുസ്ലിമും ഒരൊറ്റ വ്യക്തിയും വിട്ടുപോകരുത്. മന്ത്രി പുങ്കവന്മാർ മുതൽ സാഹിത്യകാരന്മാർ മുതൽ സിനിമാ നടീനടന്മാർ മുതൽ ലോകത്ത് ജീവിക്കുന്ന സകല മനുഷ്യർക്കും യഥാർത്ഥമായ നവോത്ഥാനത്തിന്റെ ചരിത്രം പറയുകയും യഥാർത്ഥമായ ദീനീ വിശ്വാസത്തിലേക്ക് ആ ജനതയെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു മഹാപടപ്പാട്ട് എല്ലാവരും സടകുടഞ്ഞതിനെ എല്ലാവരും ഒന്നിച്ച് അനുസരണയോടെ മുന്നേറുന്ന ഒരു മഹാസംരംഭം, സാഗര സമാനമായ ഒരു മഹാസമ്മേളനം കോഴിക്കോടിന്റെ നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ച ആദർശാധിഷ്ഠിത സമ്മേളനമായി ഈ സമ്മേളനം മാറാൻ, അതിനെ വിജയിപ്പിക്കാൻ, അതിനെ വമ്പിച്ച വിജയമാക്കാൻ ഇതിന്റെ നേതൃത്വത്തിന് അള്ളാഹു ആരോഗ്യം നൽകുമാറാകട്ടെ. ഇതിന്റെ നേതൃത്വത്തിന് അള്ളാഹു കഴിവ് നൽകുമാറാകട്ടെ. ഇതിന്റെ അനുയായികൾക്ക് ഈ കാര്യത്തിൽ സജീവമായി പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് അള്ളാഹു അർശിന്റെ തരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമികമായി നമ്മുടെ മക്കളെ സമുദ്ധരിക്കാൻ, നമ്മുടെ കുടുംബത്തെ വളർത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ ബലഹീനതകളെയും അള്ളാഹു ഇല്ലാതാക്കി തെരുമാറട്ടെ. പ്രവാചക തിരുമേനിയുടെയും അനുയായികളുടെയും കാലഘട്ടത്തിലെ ആ ഖൈറു ഉമ്മത്തിന്റെ ക്വാളിറ്റി നിലനിർത്താനും അധപ്പതനത്തിന്റെ പടുകുഴികളിൽ നിന്ന് മോചനം നേടാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.